ശ്രീമദ് ഭാഗവതം ക്ലാസ് 137. നമ്മളിന്ന് 6-ാമത്തെ സ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായമായിട്ട് മരുത്തുക്കളുടെ ഉത്ഭവമാണ് പറയുന്നത്. അപ്പം പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. പ്രപഞ്ചമുണ്ടായിട്ടില്ല. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആറ്റങ്ങളും ഒരു സൃഷ്ടിക്ക് രണ്ട് ഘടകമുണ്ട്, പുരുഷനും പ്രകൃതിയും ദ്വയമായി. പുരുഷനാണ് അടിസ്ഥാനമായ പ്രേരക ശക്തി. പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആറ്റമാണ്. ആറ്റത്തിൻ്റെ തന്നെ ഓർബിറ്റാണ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ഒരു ആറ്റത്തിൽ ഏറ്റവും പുറത്ത് കിടക്കുന്ന ഓർബിറ്റാണ് എല്ലാ പ്രവർത്തനങ്ങളിലും പ്രേരിപ്പിക്കുന്ന ഘടകം. ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത്, ഏറ്റവും പുറത്തെ ഓർബിറ്റ്. അതിനാണ് ദക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ദക്ഷനിൽ നിന്നാണെന്ന് പറയാം. ദക്ഷൻ നെഗറ്റീവ് ചാർജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ദക്ഷൻ്റെ പുത്രികളാണ് ഇലക്ട്രോണുകൾ. ആ നിലയിൽ ദക്ഷനും ഇപ്പുറത്തെ ഭാഗത്ത് അത് പ്രകൃതിയുടെ അടിസ്ഥാന ഘടകം ദക്ഷനായി എടുത്തുകൊണ്ട് ദക്ഷൻ്റെ പുത്രിമാരായിട്ട് 60 പുത്രിമാരെ ദക്ഷൻ, ബ്രഹ്മാവാണല്ലോ സൃഷ്ടി, അതാണ് പ്രേരക ശക്തി, പുരുഷൻ. അപ്പം അവിടെ കശ്യപൻ എന്ന ഒരാളിലൂടെ, മാനസപുത്രനിൽ നിന്ന് വരുന്നതാണ് കശ്യപൻ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രരിലൂടെ വരുന്ന പരമ്പരയിലുള്ളതാണ് കശ്യപൻ. അപ്പോൾ ആ പ്രേരക ശക്തി കശ്യപനും ഇപ്പുറത്ത് ആറ്റങ്ങളിലൂടെയാണ് ഇനി ഉണ്ടാകേണ്ടത്. ആറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ദക്ഷൻ്റെ പുത്രിമാർ. അപ്പം ദക്ഷൻ 60 പുത്രിമാരെ പലവർക്കുമായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തതിൽ 13 പേരെ കശ്യപനാണ് വിവാഹം ചെയ്ത് കൊടുത്തത്. അപ്പം കശ്യപനും, അതായത് ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിയുള്ളത്, ആ പ്രേരക ശക്തി, ആ പുരുഷനും ആ പ്രകൃതിയായ ദക്ഷൻ്റെ മക്കളുമായിട്ട് 13 പേരിലൂടെയുള്ള പരമ്പരകളെയാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൂടെയാണ് സൃഷ്ടിയന് പ്രപഞ്ചമുണ്ടാകാൻ പോകുന്നത്. ഏതിൽ നിന്ന്? ആറ്റത്തിൽ നിന്ന്. കുറേ സൂക്ഷ്മമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയമാണ്. അങ്ങനെ ശ്രീശുകൻ പറയുകയാണ്, സവിതാവായ ആദിത്യൻ്റെ ഭാര്യയായ കൃഷ്ണിയിൽ നിന്നും. അപ്പം ആദിത്യന്മാർ തന്നെ 12 ഉണ്ട്. ആദിത്യന്മാര് 12 പേരുണ്ട്. കാരണം ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യൻ എന്ന നിലയിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, സൂര്യനിലൂടെയാണ്, ആ സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ് അത് നമ്മളിലേക്ക്, ജീവജാലങ്ങളിലൂടെ സൃഷ്ടിക്രമത്തിലേക്ക് സ്വാധീനിച്ചു വരുന്നത്. ആ പ്രേരക ശക്തി സൗരയൂഥ സിസ്റ്റത്തിലൂടെ, അല്ലെങ്കിൽ പ്രപഞ്ചഘടനയിലൂടെ. ഇപ്പം ആറ്റങ്ങളുണ്ടായി സൂര്യനിലൂടെയാണ് വരേണ്ടത്. അപ്പം പല രൂപത്തിൽ വരണം. പല രൂപത്തിൽ വരണം എന്ന് പറയുമ്പോൾ ദ്വയമായിട്ടായതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും ഉണ്ടാകും. ദേവന്മാർ എന്ന് പറയുന്ന സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തികളാണ്. അസുരന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷനാണ്. എവ്രി ആക്ഷൻ ദർ ഈസ്. ഒരു സൃഷ്ടി നടത്തുമ്പോൾ അതിനെ എതിർക്കുന്നു. രണ്ടും കൂടിയിട്ടുള്ള ഒരു ബാലൻസിലാണ് സൃഷ്ടിക്രമം പോകുന്നത്. അപ്പോൾ അസുരന്മാരെ സൃഷ്ടിക്കണം. അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം അതുമല്ല ഇവിടെ പറഞ്ഞു വരും. അതിൽ സവിതാവായ ആദിത്യൻ്റെ ഭാര്യയായ കൃഷ്ണിയിൽ നിന്നും ഗായത്രി മന്ത്രം, ഭൂ ഭുവ സ്വർഗ എന്നിവയെയും സൃഷ്ടിസ്ഥിതി ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദത്രയത്തെയും അഗ്നിഹോത്രത്തെയും പശുമേധയെയും
സോമയാഗത്തെയും പഞ്ചമഹായജ്ഞങ്ങളെയും ത്രിഖണ്ഡങ്ങളെയും ജനിപ്പിച്ചു. അപ്പം ഒരു സൂര്യനിൽ നിന്ന് സൂര്യൻ 12 സൂര്യന്മാരായിട്ട് തിരിച്ചിട്ട് ഇപ്പൊ കശ്യപനിൽ നിന്നും വന്ന ആദിത്യന്മാരിൽ 12 പേരില് 13 കശ്യപന് 13 പേരെയാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നുണ്ടായ സൂര്യൻ ആദിത്യന്മാരില് 12 പേരുണ്ട്. ആ 12 പേരില് ഒരാൾ കൃഷ്ണിയിൽ നിന്നും ഗായത്രി മന്ത്രം ഉത്ഭവിച്ചു. ഭൂഭുവ സ്വർഗത്തിനുള്ള പ്രേരക ശക്തികൾ, ഈ 3 ലോകങ്ങൾ ഉണ്ടാകുന്ന പ്രേരക ശക്തികൾ, പിന്നെ 3 വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, അഗ്നിഹോത്ര, അത് ഊർജത്തോടുള്ള ഊർജം വെച്ചുകൊണ്ടാണ് എല്ലാ സൃഷ്ടിയെ നടത്താൻ പോകുന്നത്. പശുമേധം എന്ന് പറയുമ്പോൾ പശു എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളിലൂടെയാണ്, ആറ്റത്തിലെ ഇലക്ട്രോണുകളിലൂടെയാണ് സൃഷ്ടിക്രമം പോകാൻ പോകുന്നത്. സോമയാഗം എന്ന് പറഞ്ഞാൽ സോമങ്ങൾ, എല്ലാ വസ്തുക്കളും പരസ്പരം കൂട്ടിച്ചേർത്തിട്ടാണ് ഇനി സൃഷ്ടികൾ ഉണ്ടാകുന്നത്. പഞ്ചമഹായജ്ഞങ്ങളും ആദ്യം പഞ്ചഭൂതങ്ങളെല്ലായിട്ട് മാറുന്നുണ്ട്. ആ തത്വങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ത്രിഖണ്ഡങ്ങൾ, 3 ഖണ്ഡങ്ങളായിട്ട് പ്രപഞ്ചത്തെ മാറ്റാനെല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാമാണ്, അതിനെല്ലാം പിന്നിലുള്ള അടിസ്ഥാനം ശാസ്ത്ര തത്വങ്ങളാണ് ആദ്യമായി ജനിച്ചത്. ഇനി 2ൽ പറയുകയാണ്, ഭഗൻ എന്ന ആദിത്യൻ്റെ വേറൊരാദിത്യൻ്റെ സിദ്ധി എന്നവൾ മഹിമാവ്, വിഭു, പ്രഭു എന്നിവരെയും വ്രതശുദ്ധിയുള്ള ആശിസ് എന്ന കന്യകയെയും ജനിപ്പിച്ചു. അപ്പൊ വേറൊരു സൂര്യനിൽ നിന്ന്, സൂര്യൻ എന്ന നിലയിൽ അതിനെ കാണരുത്, സൂര്യന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം. വേറൊരു തരം സൂര്യൻ 12 തരമുണ്ട്. അതിലൊന്നിൽ നിന്ന് സിദ്ധി എന്നവളിൽ, സിദ്ധി എന്നെല്ലാം വാക്കുകൾ ശ്രദ്ധിക്കണം, ചില സ്വഭാവ വിശേഷങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊന്നും പെണ്ണായിട്ടൊന്നും ചിന്തിച്ചു പോയത്, സ്ത്രീകളൊന്നും ഉണ്ടായിട്ടില്ല. മഹിമാവ്, വിഭു, പ്രഭു എന്നിവരെയും വ്രതശുദ്ധിയുള്ള ആശിസ് എന്ന കന്യകയെയും ജനിപ്പിച്ചു. ഇവരിലൂടെയെല്ലാം ഇനി എന്ത് സൃഷ്ടിക്രമത്തിലേക്കാണ് പോകുന്നതെന്നെല്ലാം പിന്നീട് പറയും. ഇതെല്ലാം ഒന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വെക്കുകയാണ്. ഇന്നവരുണ്ടായിട്ടുണ്ട്, അവരുടെ റോളൊന്നും ഇവിടെ പറയുന്നില്ല. ഇനിയോ 3 ധാതാവ് എന്ന അതിഥിക്ക് കുഹു, സീനിവാലി, രാധ, അനുമതി എന്നീ 4 ഭാര്യമാരിൽ ധാതാവ് എന്ന അതിഥി സൂര്യൻ്റെ വേറൊരു സ്വഭാവം. 12 സൂര്യന്മാരിൽ ധാതാവ് എന്ന ആദിത്യന് കുഹു, സീനിവാലി, രാധ, അനുമതി എന്നീ 4 ഭാര്യമാരിൽ നിന്ന് സായംകാലം, ഇതെല്ലാം കാലങ്ങളാണ് എന്ന് ചിന്തിക്കണം, ഭർഗം, പ്രാതകാലം, പൂർണ്ണമാസം എന്നിങ്ങനെ ഉളവായി. ഇതെല്ലാം കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലതരം കാലങ്ങൾക്കെല്ലാം പിന്നിലുള്ള സൂര്യൻ്റെ, നമുക്ക് തന്നെ അറിയാം, സൂര്യൻ പ്രത്യേക ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് ഓരോ കാലങ്ങൾ ഉണ്ടാകുന്നത്. സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് പ്രഭാതം, സന്ധ്യ എന്നെല്ലാം പറയുന്നതെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം സൂര്യനുമായി ബന്ധപ്പെട്ട ചില സ്വഭാവ വിശേഷങ്ങളാണ്. അതെല്ലാം സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തികളാണ്. അവയിലേക്കൊന്നും ഇപ്പം കടക്കുന്നില്ല, ഇത് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പിന്നെ 8ാമത്തെ, ഇതെല്ലാം അതിഥിയിൽ നിന്നുണ്ടായതാണ്. അതിഥിയിൽ നിന്ന്. അപ്പം ആര് കൊടുത്ത? ദക്ഷ പ്രജാപതിയുടെ മകളായ അതിഥിയിൽ നിന്നുണ്ടായതാണ് ഈ പറയുന്നത്, ഈ പുത്രന്മാർ. അതിലുള്ള 8ാമത്തെ പുത്രനായ വിധാവതാവ് എന്ന സൂര്യൻ
ഇപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കണം, സൂര്യനാണ് ഒരു വശത്ത് ആദ്യമുണ്ടായത്. സൂര്യനാണ് ഇനിയുള്ള പ്രേരക ശക്തികളെല്ലാം സൂര്യനിലൂടെയെല്ലാമാണ് ആക്ട് ചെയ്യുന്നത്. കശ്യപനിൽ നിന്ന് വന്ന് സൂര്യനിലൂടെയെല്ലാം ആക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതിനെല്ലാം പ്രേരക ശക്തിയായിട്ട് പ്രകൃതി എന്ന ദക്ഷ പ്രജാപതിയുടെ ആറ്റത്തിൻ്റെ മകളായിട്ടുള്ള അതിഥിയിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പം പ്രകൃതിയും പുരുഷനും കൂടിയിട്ടുള്ളതാണ് ഈ സൂര്യക്രമം. പലതരത്തിലുള്ള സൂര്യൻ വന്നിരിക്കുന്നത്. സൂര്യനിൽ നിന്നാണ് പലവിധ ബലങ്ങൾ, സ്വഭാവ വിശേഷങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ബലങ്ങൾ ഉത്ഭവിക്കുന്നത്. അപ്പം അതിഥിപുത്രരിൽ 8ാമത്തെ വിധാതാവ്, അപ്പൊ 8ാമത്തേതിൻ്റെ പേര് വിധാതാവ്. വിധാതാവ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സൂര്യൻ, അതാണ് സൂര്യന്റെ പര്യായത്തിൽ വരുന്നതാണ് ഇതെല്ലാം. അത് ക്രിയയിൽ അയാൾക്ക് ആളെന്ന് പറയുമ്പോൾ ആളായിട്ട് എടുത്തേക്കരുത്. ആ വിധാതാവിന് ക്രിയാപത്നിയിൽ 5 ഉപയജ്ഞങ്ങൾ ഉണ്ടായി. 5 ഉപയജ്ഞങ്ങൾ, പലതരത്തിലുള്ള യജ്ഞങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം ഇവിടെ ഓരോ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. 9ാമത്തെ, അപ്പൊ 8 കഴിഞ്ഞ 9, 9ാമത്തെ വരുണൻ എന്ന ആളുടെ ഭാര്യ ചർഷണി എന്നവൾ ഭൃഗുമുനിയെ ജനിപ്പിച്ചു. ഭൃഗുമുനി എന്ന് പറയുമ്പോൾ മുമ്പ് ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു. ആ പുത്രൻ വീണ്ടും ജനിച്ചതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ഭൃഗുവിന്റെ കഥകളെല്ലാം ഇനി പിന്നീട് വരും. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം കൂടുതൽ മനസ്സിലാക്കാം. മുൻപ് ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു ഭൃഗുമുനി, പിന്നെയും ജനിച്ചതാണ്. ഇനി അതെല്ലാം പിന്നീട് വരും. ഇവിടെ ആ പരമ്പര പറഞ്ഞു വെച്ചങ്ങ് പോവുകയാണ്. ഇനി 5 യോഗീവര്യനായ വാത്മീകിയും പുറ്റിൽ നിന്നും ഉണ്ടായി പോലും വരുണപുത്രനായിട്ട്. അപ്പോൾ 9ാമത്തെ വരുണന്റെ നിന്ന് പുത്രൻ ഉണ്ടായിട്ടുണ്ട് വാത്മീകി. അത് പുറ്റിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ വാത്മീകി എന്ന് പറയുമ്പോൾ രാമായണം എഴുതിയ, പിൽക്കാലത്ത് എഴുതിയ എല്ലാ രാമായണ കഥകളൊന്നും വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ രാമായണ കഥ കണ്ടമാനം ഇവിടെ വാൽമീകി എന്ന് കണ്ടത് കൊണ്ട് എല്ലാം വാൽമീകിയിൽ നിന്ന് വന്ന കഥകളാണ് എന്നൊന്നും ധരിച്ചു പോകരുത്. ഇവിടെ ഒരു വാൽമീകിയെ പറ്റി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പല രാമായണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ പുറ്റിൽ നിന്നും ഉണ്ടായ വാൽമീകി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? വരുണന്. അപ്പം വരുണനൊരു വ്യക്തിയല്ല, പുറ്റിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ചില ബലങ്ങളല്ലാതെ വാൽമീകി മാതിരിയുള്ള ഋഷികളിലേക്ക് പെടുത്തേണ്ടവരല്ല ഇതൊന്നും. അതിൽ നമുക്ക് പിന്നീട് അവരെ പറ്റി പറയുന്നിടത്ത് അതിനെപ്പറ്റി കൂടുതൽ പറയാം. ഇതിന്റെ 10ാമത്തെ ആദിത്യനായ മിത്രന്റെയും വരുണന്റെയും പൊതുവിലുള്ള പുത്രന്മാരാണ് അഗസ്ത്യനും വസിഷ്ഠനും. മിത്രന്റെയും വരുണന്റെയും പൊതുവിലുള്ള പുത്രന്മാരാണ്. അപ്പൊ 10ാമത്തെ ആദിത്യനായ മിത്രന്റെയും വരുണന്റെയും പൊതുവിലുള്ള പുത്രന്മാരാണ് അഗസ്ത്യനും വസിഷ്ഠനും. അതുകൊണ്ടാണ് പൊതുവിലുള്ള എന്ന് പറഞ്ഞ് അത് അടുത്തതിൽ പറയുന്നു. ആദ്യം ഊർവശിയുടെ സമ്പർക്കത്തിൽ നിന്നും സ്ഖലിച്ചുപോയ തേജസ്സിനെ, അപ്പം മിത്രനും വരുണനും ഊർവശിയുടെ അടുത്ത് പോയപ്പോൾ
സ്ഖലിച്ചുപോയ തേജസ്. ഇപ്പം ഊർവശി എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ബലങ്ങളാണ് എന്ന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സൂര്യന്റെ ബലങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവിടെ സൂര്യന്റെ ബലങ്ങളിൽ നിന്നും എന്തുണ്ടാകുന്നുണ്ട്? രേജസ്സുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഊർവശിയെ കണ്ടപ്പോൾ മിത്രനും വരുണനും, മിത്രൻ ഓർബിറ്റാണ്, ഓർബിറ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയാണ്, അല്ല ഏത് വരുണൻ. മിത്രൻ എന്താണ്? അനുകൂല സാഹചര്യങ്ങളാണ്. അപ്പം അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് കെമിസ്ട്രിയിൽ പറയുന്നതാണ് മിത്രൻ. വരുണൻ എന്ന് പറയുന്ന ഓർബിറ്റിലെ പ്രത്യേക ബലങ്ങളാണ്. അപ്പം ഇവരെ അനുകൂലമായ സാഹചര്യങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള ബലങ്ങൾ, അതാണ് പ്രേരക ശക്തി ഉണ്ടാകുമ്പോഴാണ്, അതാണ് ഇവിടെ ഊർവശിയായിട്ട് ചിത്രീകരിച്ചത്. അപ്പോൾ ഉണ്ടാകുന്ന സ്ഖലിച്ചുപോയ രേജസ്സിൽ നിന്നും അവരെന്ത് ചെയ്തു? അതിനെ ഒരു കുടത്തിൽ ഒരുവരം നിക്ഷേപിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ ഈ കുടത്തിൽ നിന്നാണ് ആര് വന്നിരിക്കുന്നത്? ഇവര് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആരുടേതാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒരേ കുടത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കക്ഷികൾ അഗസ്ത്യനും വസിഷ്ഠനും ആരുടെ പുത്രന്മാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ പറയുന്ന അഗസ്ത്യനും വസിഷ്ഠനും നമ്മളെ വേദങ്ങൾ എഴുതിയ അഗസ്ത്യനും വസിഷ്ഠനുമായിട്ട് ചിന്തിച്ചു പോകരുത്. അതെല്ലാം ശരിയായ ഋഷികളാണ്. ഈ ഋഷികളെ എഴുതിയിരിക്കുന്നത് ഈ അടുത്ത് കുറേ ഇങ്ങോട്ട് വന്നിട്ടാണ്. ഇതിപ്പോ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന കാര്യമാണ് പറയുന്നത്. അന്ന് ഈ മനുഷ്യരൂപത്തിൽ അവരല്ല ഇത്. ഇവരിൽ നിന്നുള്ള പ്രേരക ശക്തിയാൽ വന്ന ഋഷികൾ ആ പേര് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഋഷികൾക്ക് ആ പേര് കൊടുത്തു എന്നതിൽ കവിഞ്ഞ് ഇത് സൃഷ്ടി നടക്കുന്ന കാലത്തുള്ളതാണ്. അപ്പൊ അന്നൊരു പ്രമോദ് എന്നുള്ള കഥാപാത്രം സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരു പ്രമോദ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രമോദ് ഞാനാണ് അല്ല. അങ്ങനെ പല പേര് വെക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഒരാൾക്ക് പേര് വിളിക്കാം. അതുമാതിരി അഗസ്ത്യനും വസിഷ്ഠനും ആ പേരെല്ലാം എടുത്തിട്ടുണ്ട്. അതെടുക്കാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. പക്ഷെ ഇപ്പറയുന്നവരൊന്നും അവരല്ല. അവരാ സൃഷ്ടി നടന്നിട്ടില്ല. നടക്കുന്ന സമയത്ത് ഇവരൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് ഈ പ്രേരക ശക്തികൾ വർത്തിച്ചിട്ടുണ്ട്. ആ തരത്തിൽ കാണും. ഈ വസിഷ്ഠൻ എന്ന പേരിലും അഗസ്ത്യൻ എന്ന പേരുമുള്ള ഋഷികൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഇവരുടെ പ്രേരക ശക്തികൾ ഉണ്ട്. ആ ജനിതക ഘടനയിലുള്ള വ്യക്തികളെ ഉണ്ടാക്കുന്നത്. മിത്രനെ രേവതിയിൽ ഉത്സർഗൻ, അരിഷ്ടൻ, പിപ്പലൻ എന്നിവരും ജനിച്ചു. ഇപ്പം വേറെ കുറച്ച് പേരെ കഥാപാത്രങ്ങളെയും കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതെല്ലാം ആരാണെന്ന് പിന്നീട് നോക്കാം. 7 അതിഥിയുടെ 11ാമത്തെ പുത്രൻ, അതിഥിക്ക് ഉണ്ടായ 11ാമത്തെ പുത്രനെ സജീദേവിയിൽ ജനന്തൻ, ഋഷഭൻ, മീഡൂസിനെയും ജനിപ്പിച്ചു. അങ്ങനെ വേറെ 3 പേരെയും അതിഥിയുടെ 11ാമത്തെ പുത്രനിൽ നിന്നും ഉണ്ടായിട്ട്, അതായത് സൂര്യൻ്റെ പര്യായങ്ങളായിട്ട് വരുന്ന 12 പേര്. 12ാമത്തേതിൻ്റെ, അതായത് അതിഥിയുടെ 12ാമത്തെ പുത്രൻ വാമന രൂപം ധരിച്ച ഭഗവാനെ കീർത്തി എന്ന പത്നിയിൽ 12ാമത്തെ അതിഥിയുടെ 12ാമത്തെ പുത്രനായ പിൻകാലത്ത് വാമന രൂപം ധരിച്ച്, അപ്പൊ ഈ സമയത്തല്ല, ആ ശക്തിവിശേഷമാണ് പിന്നീട് എന്തായിട്ട് ജനിച്ചത്? വാമനന്റെ എന്ന ഒരു കാലഘട്ടത്തിന് പിന്നിലുള്ള പ്രേരക ശക്തി. അപ്പൊ ആ പ്രേരക ശക്തിയുടെ തുടക്കം എവിടുന്നുണ്ട്? ആദ്യമുണ്ട്. അതില് കീർത്തി എന്ന പത്നിയില് ബൃഹൽശ്ലോകനും
അവന് സൗഭാഗ്യവതികളായ പുത്രന്മാരും ഉണ്ടായി എന്ന് പറയാം അവന്. ഇനി 9 കശ്യപപുത്രനായ ആ മഹാത്മാവ് എല്ലാം കശ്യപരിൽ നിന്നുണ്ടായതാണ്. ആ കശ്യപപുത്രനായ ആ മഹാത്മാവിൻ്റെ പ്രസിദ്ധിയിൽ നിന്നും ആ പ്രസിദ്ധിയിലൂടെ അദ്ദേഹം ഏറ്റെടുത്ത കർമ്മങ്ങളിലൂടെയും ആ പ്രസിദ്ധിക്ക് കാരണമായ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും പരാക്രമങ്ങളും അതെല്ലാം എങ്ങനെ ആണെന്ന് പിന്നീട് വിവരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അതായത് നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ പിന്നീട് അതാത് സമയത്ത് ആ വിഷയം വരുന്നിടത്ത് അവർ അവതരിപ്പിക്കുമെന്ന് പറയുകയാണ്. അപ്പം ഈ മഹാനായ വ്യക്തിയുടെ കശ്യപപുത്രനായ ഈ മഹാത്മാവിൻ്റെ കീർത്തികളെ എല്ലാം ഭയങ്കര പ്രസിദ്ധനാണ്. അത് പിന്നെ പറയാമെന്ന് വെച്ചിട്ട് അപ്പോൾ കശ്യപനാണല്ലോ വിവാഹം ചെയ്ത് കൊടുത്താല് ദക്ഷന്റെ 13 പുത്രിമാരെ. അതിൽ അതിഥിയുടെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഹെഡിങ് അതെല്ലാം മരുത്തുക്കളുടെ കഥയാണ്. അപ്പം അതിലേക്കാണ് ഇനി ക്രമത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ പറയുമ്പോഴും മറ്റുള്ള എല്ലാം പറഞ്ഞങ്ങ് ഒരുമാതിരി ഇന്ന പേരെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞങ്ങ് ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പ്രപഞ്ച രഹസ്യം മുഴുവനുള്ള സൃഷ്ടിക്രമത്തിൻ്റെ പിന്നിലുള്ള ഫലങ്ങളെല്ലാം പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നെല്ലാം അങ്ങ് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഒരു വിഷയം എടുത്തിട്ട് ഇനി പോകാൻ പോവുകയാണ്. അപ്പം ഇവരെല്ലാം അതിഥിയിലുണ്ടായ മക്കളെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിഥിയിൽ നിന്ന് ദേവസ്വഭാവമുള്ള സൃഷ്ടിക്ക് കാരണമായ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ആക്ഷൻ എന്ന് പറയാമെങ്കിൽ, ആക്ഷന് പിന്നിലുള്ള ഫോഴ്സ് എന്ന് പറയാമെങ്കിൽ, റിയാക്ഷനെ പറ്റിയാണ് ഇനി പറയുന്നത്. അത് അസുരഗുണമാണ്, ആസുരഗുണമാണ്. അത് 10 പറയുകയാണ്. കശ്യപ പ്രജാപതിക്ക് ദിതിയിൽ ഉണ്ടായ സന്താനങ്ങളെ പറ്റി ഇനി വിവരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് പോവുകയാണ്. മറ്റേത് അതിഥിയിലാണ്, അതിൽ ദേവസ്വഭാവങ്ങളുള്ളതല്ലായിട്ട് പറയാം. ഇവിടെ ദിതിക്ക് കശ്യപന് ദിതിയിൽ 13 പെൺമക്കളെ കൊടുത്തതിൽ അതിഥിയിലുള്ള കാര്യം പറഞ്ഞ് കശ്യപന്. ഇനി ദിതിയിൽ അസുരന്മാരുണ്ടാകണമല്ലോ, ദ്വയമായിട്ടാണല്ലോ. ദേവസ്വഭാവമുള്ളവരാണെങ്കിൽ അസുര സ്വഭാവമുള്ളവരും വേണമല്ലോ. അപ്പം അവർക്കുണ്ടായതാണ് ഹിരണ്യാക്ഷനും. ഇനി അവരെ പറ്റി, ദിതിയിലുണ്ടായ പുത്രന്മാരെ പറ്റി വിവരിക്കാം. അതിലാണ് പ്രഹ്ലാദനും മഹാബലിയെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ പരമ്പരയിൽ. എന്നിട്ട് 11 പറയുകയാണ്, വിസ്തരിച്ച് പറയുകയാണ്. ദിതിയുടെ പുത്രന്മാർ 2 പേരാണ്, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. എന്നിട്ട് പറയുകയാണ്, അതിനെപ്പറ്റി പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മാറ്റി. അവരെ പറ്റി കൂടുതലൊന്നും ഇനി പറയുന്നത് അതിൽ ഒരിടത്ത് പറയാം. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, അതിൽ ഒരിടത്തിൽ പറഞ്ഞോളൂ. ഇനി 12 ഹിരണ്യകശിപിന്റെ ഭാര്യ കയാതു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ഹിരണ്യകശിപിന്റെ ഭാര്യ കയാതു ദാനവസ്ത്രീയാണ്. അവർക്ക് ആ ദാനവസ്ത്രീയിലെ കയാതു ജമ്പന്റെ പുത്രിയാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ബന്ധം പറഞ്ഞു വെച്ച് പോകുന്നുണ്ട്. അപ്പം അത് തൽക്കാലം അവിടെ വെച്ചിട്ട് നമുക്കിതിലേക്ക് തന്നെ പോകാം. ഹിരണ്യകശിപിന്റെ ഭാര്യ കയാതു 4 പുത്രന്മാരെ പ്രസവിച്ചു. സംഹ്ലാദ, അനുഹ്ലാദ, ഹ്ലാദ, പ്രഹ്ലാദ. അപ്പൊ ഇനി അവരിലൂട്ട് പോവുകയാണ്. അവരുടെ സഹോദരിയായ സിംഹിക അവരുടെ ഒരു സഹോദരിയുണ്ട്, സിംഹിക.
അവള് വിപ്രജിത്തിൽ നിന്ന് രാഹു എന്ന ഒരു പുത്രനെ ജനിപ്പിച്ചു. ഇപ്പൊ സൃഷ്ടിക്രമത്തില് പ്രപഞ്ചത്തിൽ ഇപ്പൊ സൗരയൂഥ സിസ്റ്റത്തിലുള്ള ഒരു രാഹു എന്ന് പറയുന്ന ഒരു ഛായാഗ്രഹത്തെ പറയുന്നുണ്ട്. ഇതൊന്നും മനുഷ്യരൂപമുള്ളതല്ല എന്നിപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഇതെല്ലാം ഉണ്ടായ ഓരോ രാഹു ഒരു ഗോളമല്ല, ഒരു ഛായാഗ്രഹമാണ്. എന്താണെന്ന് പിന്നീട് പറയാം. എന്റെ 14 പറയാണ്, യാതൊരുവൻ അവനാണ് എന്ത് ചെയ്തത്, പണ്ട് അമൃത് പാനം ചെയ്യുമ്പോൾ, ആ കഥ വേറെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അമൃത് പാനം ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ ചക്രം കൊണ്ട് എന്ത് പറ്റു, ശിരസ് ഛേദിച്ചു. അപ്പോൾ പാലാഴി മദന സമയത്ത് അമൃത് പുറത്തേക്ക് വന്നപ്പോൾ വിഷ്ണുദേവന്മാർക്ക് മാത്രം കൊടുത്ത കാര്യമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പിന്നെ പറയും. ഇപ്പോൾ രാഹു അതിൻ്റെ അകത്ത് കൂടിയിട്ട് വേഷം മാറിയിട്ടല്ല കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് തല വെട്ടിമാറ്റി. അങ്ങനെയാണ് രാഹു കേതു ഉണ്ടായതെന്ന് പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഗ്രഹങ്ങളാണ്, രൂപങ്ങളായിട്ടൊന്നും എടുത്തേക്കരുത്. നേരത്തെ പറഞ്ഞ വസിഷ്ഠനും അഗസ്ത്യനെല്ലാം ചില ബലങ്ങൾ മാത്രമാണ്. അവരിൽ നിന്ന് പിന്നെ വേണമെങ്കിൽ ഈ ഋഷികൾ ഉണ്ടാകുമ്പോൾ അവരെ സ്വാധീനം കൊണ്ടുണ്ടായതാണെന്ന് പറയും. ഇനി സംഹാദന്റെ ഭാര്യ കൃതി പഞ്ചജനൻ എന്നവൻ പുത്രനെ ജനിപ്പിച്ചു. ഇതെല്ലാം പിന്നെ ഭാവിയിലേക്ക് വേണ്ട കഥാപാത്രങ്ങളാണ്. ഇനി 15 ഹ്ലാദന്റെ ഭാര്യ, നേരത്തെ പറഞ്ഞില്ല സംഹ്ലാദ 4 പുത്രന്മാരെന്ന്. അതിലെ ഹ്ലാദന്റെ ഭാര്യ ധമനി, വാതാപി, ഈശ്വരൻ എന്നിവരെ ജനിപ്പിച്ചു. ഈ വാതാപി ആടിന്റെ ആകൃതിയായിരുന്നു. അപ്പൊ വാതാപിക്ക് ആടിന്റെ ആകൃതി ആയതുകൊണ്ട് ഇല്വലനാണ്. വാതാപി, ഇല്വലൻ എന്നീ 2 പുത്രന്മാരാണ് ഹ്ലാദന്റെ ഭാര്യ ധമനിയിലുണ്ടായത്. വാതാപി, ഇല്വലൻ. പേരെല്ലാം ചിലപ്പോൾ അങ്ങോട്ട് കേട്ടല്ലായിരിക്കും. അപ്പം ശരിക്ക് കഥ പറയുന്നിടത്ത് ആ പേര് ശരിക്ക് വരും. എഴുതിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ടില്ല, ഇനി എടുത്ത് മറിച്ചു നോക്കാനുള്ള സമയമൊന്നുമില്ല. ഇപ്പം വാതാപി ആടിൻ്റെ ആകൃതിയായിരുന്നത് കൊണ്ട് അവനെ എന്ത് ചെയ്തിരുന്നു, അഗസ്ത്യന് വേണ്ടി പണ്ട് ഭജിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് വേറൊരു കഥയാണ് പറഞ്ഞ് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പറയുമായിരിക്കും. ഇനി 16 അനുഹ്ലതൻ, വേറൊരു കക്ഷിയില്ല. സുരഭ്യയില് ബാഷ്കലനും മഹിഷനും ഉണ്ടായി, 2 പേര്. പിന്നെ 4 പേര് പറഞ്ഞാല്, ഒന്ന് പ്രഹ്ലാദനം. പ്രഹ്ലാദന്റെ പുത്രനാണ് വിരോചനൻ. ഇനി അവന്റെ പത്നിയായ ദേവിയിലാണ് മഹാബലി ഉണ്ടായത് എന്നെല്ലാം പറഞ്ഞു വെക്കുകയാണ്. അതെല്ലാം പിന്നീട് അവരുടെ കഥയെല്ലാം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് അവിടെ പറയും. എന്നിട്ട് 17 ആ ബലിയിൽ ഭാര്യ അശനയിലെ ബാണനടക്കം 100 പേർ, ബാണൻ ഉൾപ്പെടെ 100 പേര് പിന്നീട് ജനിച്ചു എന്ന് പറയാണ്. അതിൽ നിന്നും അതിൽ പ്രധാനൻ ബാണനാണ്. ബാണനടക്കം 100 പേരുണ്ട്. എൻ്റെ ബാണന്റെ കാര്യം പറയുകയാണ്. 18 ബാണൻ ശിവനെ ആരാധിച്ച് ഓരോ ആളും ചെറിയ കാര്യങ്ങളെ പരാമർശിച്ച് പോകുന്നുണ്ട്. ബാണൻ ശിവനെ ആരാധിച്ചാണ് അദ്ദേഹത്തിൻ്റെ രാജധാനിയുടെ കാവൽക്കാരനായിട്ട് മാറിയത് എന്നെല്ലാം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ നമ്മൾ മരുത്തുക്കളിലേക്കാണ് വരുന്നത്. എല്ലാം ഒന്ന് പറഞ്ഞു വെച്ച് ആ ബന്ധങ്ങളെ ചാർത്തൊന്ന് പറഞ്ഞു വെച്ച് അതിലേക്ക് വരികയാണ്. ഇനി 19 പറയാണ്, ദിതിയുടെ പുത്രന്മാരായ മരുദേവന്മാര് 9ഉം 40ഉം ഉണ്ട്. 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നീട് നോക്കാം. അങ്ങനെ 40ഓളം പേര് അവർ ഇന്ദ്രസമാനന്മാരാണ്. അപ്പം ദിതിക്ക്
പുത്രന്മാരായി കൊണ്ട് 940 പേരും എന്നും പറഞ്ഞിട്ട് അത് വ്യത്യസ്തമായിട്ട് വ്യക്തമായിട്ട് പിന്നീട് പറയും. 40 പേരും ഇന്ദ്ര സമാനമായിട്ട് അവർക്കുണ്ടായിട്ടുണ്ട്. ദിതിക്ക് ഇന്ദ്രന് സമാനമായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും സന്താനങ്ങൾ ഉണ്ടായില്ല എന്നും പറയുകയാണ്. അപ്പം പരീക്ഷിച്ച് ചോദിക്കുകയാണ് 20 അവർ ജന്മസിദ്ധമായ അസുരങ്ങളായ സ്വഭാവത്തോടെ ഇരിക്കുമ്പോൾ, ആസുര സ്വഭാവത്തോടെ ഇരിക്കുമ്പോൾ, അപ്പോൾ അതിഥിയിലുണ്ടായതാണ് ദേവന്മാർ, ഇത് ദിതിയിലുണ്ടായതാണ്. അത് അസുരന്മാരാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ ഇവർക്കും ആസുര സ്വഭാവമാണ് വേണ്ടത്. ആസുര സ്വഭാവം ഉണ്ടാകുമ്പോൾ പിന്നെ വിഷ്ണുവിനെ ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം ഇന്ദ്രസമാനനും ആവില്ല. എങ്ങനെ ഇന്ദ്രസമാനമായി? അവരെങ്ങനെയാണ് ഇന്ദ്രന്റെ സമാനമായത്? അവർ ചെയ്ത അതിന് അവർ ചെയ്ത നല്ല കൃത്യങ്ങൾ എന്തെല്ലാമാണ്, എന്ത് നല്ല കർമ്മങ്ങളാണ് അവർ ചെയ്തത് എന്നീ കാര്യങ്ങൾ 21 പറയാണ്. എന്നോട് കൂടി കുറെ ഋഷികൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുവാൻ പറയുകയാണ്. അങ്ങനെയാണ് ആ മരുദേവന്മാരുടെ മരുത്തുക്കളുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ എവിടെയാണ് നമ്മൾ എത്തിക്കുന്നത്? ഈ 7 ലോകങ്ങൾ ഉണ്ടാകുന്ന ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പൊ 7 ലോകങ്ങളായി അതിലാണല്ലോ എന്തുണ്ടാകുന്നത്? ആദ്യം എന്തോ ഒരു വലിയ ഗോളം ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ചിട്ടാണല്ലോ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതിന്റെ ശേഷമല്ലേ ജീവജാലങ്ങൾ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞത് മുഴുവൻ എന്താണ്? ചില പ്രേരക ശക്തികളാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാന് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഈശ്വരൻ ബ്രഹ്മം, അതിൽ നിന്നും പലതര പ്രേരക ശക്തികൾ. ഒരു വീട് വെക്കുമ്പോൾ പല മേസ്ത്രിമാരും ഉണ്ടാവും. കല്ലിൻ്റെ മേസ്ത്രി ഉണ്ടാവും, മരത്തിൻ്റെ മേസ്ത്രി ഉണ്ടാവും. അങ്ങനെ പലവർക്കും പല വീതിച്ച് അവരാണ് പിന്നെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു ഒരു എഞ്ചിനീയർ സ്ഥാപനത്തിലാണെങ്കിൽ അക്കൗണ്ടൻസി നോക്കാൻ ഒരു ഫോഴ്സ് ഉണ്ടാവും, പ്ലാനിങ്ങിന് ഒരാളുണ്ടാവും, പർച്ചേസിന് ഒരാളുണ്ടാവും, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ടൈം കീപ്പിംഗ്, എല്ലാത്തിനും അതിൻ്റേതായ നോക്കിയടക്കാനുള്ള വ്യത്യസ്ത കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുമാതിരി സൃഷ്ടിയിലും പലതരം ബലങ്ങളുണ്ട്. ആ ബലങ്ങളെല്ലാം സൗരയൂഥ സിസ്റ്റവും സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് വരുന്നത്. ആ ബലങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ബലമാണ് ഇതിൻ്റെ ഈ സൃഷ്ടിക്ക് പിന്നിൽ വർത്തിക്കുന്നത്. ഇനി ഇപ്പം 22-23 സൂതൻ പറയുകയാണ്. ഇത് കേട്ട ശുഗബ്രഹ്മർഷി വിഷ്ണു പറയത്താൽ ഇന്ദ്രൻ ദിതിയുടെ പുത്രന്മാരെ വധിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ പിൻബലത്താൽ, കാരണം ഇന്ദ്രൻ ദേവനാണ്, വിഷ്ണു ദേവന്മാരുടെ പക്ഷത്താണ്. കാരണം വിഷ്ണു എന്തൊരു ലോകമുണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് അതിന് ആ കർമ്മത്തിൽ സഹായിക്കുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രനിലൂടെയാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ഇന്ദ്രനും വിഷ്ണു ഒരു വശം തന്നെയായിരിക്കും. അപ്പം ഇന്ദ്രൻ ദിതികളുടെ പുത്രന്മാരെ അവരെപ്പോഴും എന്ത് ചെയ്യും? റിയാക്ഷനെ തോൽപ്പിക്കും, അസുരന്മാരെ തോൽപ്പിക്കും. അതായത് ദിതിയുടെ പുത്രന്മാരെ ഇല്ലാതെ ചെയ്തിട്ടാണ് സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ വധിച്ചപ്പോൾ ദിതി ദുഃഖം കൊണ്ട് പലതും നിലച്ചു. സ്വയം അവിടെ കിടന്നിട്ട് പലതും ചിന്തിക്കാൻ തുടങ്ങി. ദിതി അവൾ ചിന്തിച്ചു. 24 ഈ ഘാതകനും, ഇതേ ഘാതകനാണ് ഇന്ദ്രൻ, എല്ലാവരെയും കൊല്ലുകയാണ്, എല്ലാത്തിനെയും തട്ടുന്ന പരിപാടിയാണ് പുള്ളിക്കുള്ളത്. ഇന്ദ്രിയാദികളിൽ സദാ രമിച്ചു. അവനങ്ങ് സുഖിച്ച് ഇന്ദ്രിയ സുഖത്തിൽ അങ്ങ് എല്ലാവരെയും കീഴടക്കി എല്ലാവരെയും കൊന്ന് അങ്ങനെ സുഖിച്ച് നടക്കുകയാണ്. കഴിയുന്നവനുമായ അതിക്രൂരനായ ഇവനാണെങ്കിൽ ഒരു ദയവുമില്ല. തട്ടണ്ടയെല്ലാം തട്ടിക്കളയും. പിന്നെ ദയവ് മനുഷ്യത്വമൊന്നുമില്ല, മനസ്സലിവ് തീരെയില്ല ഇവന്. പിന്നെയോ വെറും ഭയങ്കരമായ പാപിയുമായ ഇവനെ
കൊല്ലാതെ എനിക്കെന്തില്ല, സൗഖ്യമായിട്ട് ഉറങ്ങാൻ പോലും കഴിയില്ല. ഇങ്ങനെയുള്ള ഈ ഇന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ഇവിടെ എല്ലാ മക്കളെയും കൊല്ലുന്നു, ഇവനങ്ങനെ വിലസുകയാണ്. ഇവനിങ്ങനെ വിലസുന്ന കാലത്തോളം കൂടെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. എൻ്റെ 25 പറയാണ്, മഹാരാജാവെന്ന് വിളിക്കപ്പെട്ടവനാണെങ്കിലും അവനെ എല്ലാവരും മഹാരാജാവേ എന്ന് വിളിക്കുകയാണ്. മഹാരാജാവുമ്പോൾ എന്ത് വേണം, എല്ലാവരെയും നോക്കി നടക്കേണ്ട ആണല്ലോ. പിന്നെ മഹാരാജാവേ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ ഇവൻ വലിയ മഹാരാജാവ് എന്ന നിലയിലാണ് വിലസുന്നത്. പക്ഷെ ഇവന്റെ അവസ്ഥ എന്താണ്? സഹജീവികളോടുള്ള ദ്രോഹമാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ നല്ലയൊന്നുമല്ല ചെയ്യുന്നത്, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെയും അവൻ ശരിയാക്കുകയാണ്. അപ്പോൾ സഹജീവികളെ ദ്രോഹം ചെയ്യുന്നവൻ ഇവൻ എന്താണ് നാളെ ആകാൻ പോകുന്നത്? ഇവന് ഒന്നിക്കല് മരിച്ചു കഴിഞ്ഞാൽ എന്താവുക? ആകെ മരിക്കുന്നവനെയല്ലേ ഉള്ളൂ ഇവൻ. മരിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്താവുക? കയറി വന്നാൽ 2-3 ദിവസം കൊണ്ട് കണ്ട് കുറേ കൃമികളായിട്ട് മാറും. കാരണം ശവം വരുതിയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൃമികൾ ഇങ്ങനെ കയറും. ഇനി ആ കൃമികൾ വല്ല ജീവികളും തിന്നു കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും. അതാണ് ഇവൻ്റെ അവസ്ഥ. നാളെ വിഷമായിട്ട് ഇപ്പം മാറും. എല്ലാം ഇവൻ്റെ ദേഹം കത്തിക്കുകയാണെങ്കിൽ വെണ്ണീറായിട്ട് മാറും. ഇതിൻ്റെ അവസാനം ഇവൻ നരകത്തെ പതിക്കുന്നവനാണ്. ഇവനിപ്പോൾ മഹാരാജാവ് എന്നെല്ലാം പറഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിവൻ ഇരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല? മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റൂല. എൻ്റെ മക്കളെ ഒന്നും വെച്ചേക്കുന്നില്ല. കാരണം ആക്ഷന് റിയാക്ഷനെ മറികടന്നിട്ടാണ് സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് 26 എന്നിട്ട് അവളെ ചിന്തിക്കുകയാണ്. 26 നശ്വര ദേഹത്തെ ശാശ്വതമെന്ന് കരുതുന്ന ഇവന്റെ ജീവിതം നശ്വരമാണ്, കുറേ കാലത്തേക്കേ ഉള്ളൂ. അത് ശാശ്വതമായിട്ടാണ് ഇവൻ എല്ലാ കാലത്തും രാജാവായി വാഴാമെന്നാണ് വിചാരിച്ച് ഇരിക്കുന്നത്. ഇവനും നശിക്കേണ്ടവൻ തന്നെയാണ്. ഇവിടെ ചിന്തിക്കുന്നതാണ്, അഹങ്കാരം മൂത്ത് നടക്കുന്ന ഇവനാണ്. ആ ഒരു ചിന്തയോടുകൂടി അഹങ്കാരം, ഇവന് നാശമൊന്നുമില്ല എന്നുള്ള ചിന്തയോടുകൂടി അഹങ്കാരം മൂത്ത് കിടക്കുന്നതായ ഇവനെ, ഈ ഇന്ദ്രനെ നശിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുത്രൻ എനിക്ക് ഉണ്ടാകാൻ എന്താ വഴി എന്നവൻ അവള് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവനെ വെല്ലാൻ പറ്റുന്ന ഒരു പുത്രനെ എനിക്ക് ഉണ്ടാകണം. രണ്ടുപേരും ഉണ്ടാകുന്നത് കശ്യപനിൽ നിന്നാണ്. കശ്യപനിൽ നിന്നാണ് അതിഥിക്കുമാരെല്ലാം ഉണ്ടാകുന്നത്. നല്ല പുത്രൻ. എനിക്കാണെങ്കിൽ അസുരന്മാർ അതിത്രപ്പത്ത് കൊല്ലിയിരിക്കും. അതുകൊണ്ട് എനിക്കും അതേപോലെയുള്ള പുത്രൻ കിട്ടണം, ഇന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള. എൻ്റെ 27 ഇങ്ങനെയുള്ള വിചാരത്തോടു കൂടി ദിതി ഭർത്താവായ കശ്യപനെ പരിചരിച്ചു. കശ്യപൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ പരിചരിച്ചു. പ്രേമത്താലും വിനയത്താലും ഒടുക്കത്താലും എല്ലാം പരിചരിച്ചിട്ട് നല്ല പരിചരണം എല്ലാം കൊടുത്ത് അങ്ങേരെ തൃപ്തിപ്പെടുത്തി. ഇതിൽ 28 വളരെ ഭക്തിയോടും മനോഹരമായ സുന്ദരമായ വചനങ്ങളോടും മന്ദഹാസത്തോടും കൂടി എല്ലാം അവള് അടുത്തുകൂടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടിച്ചടക്കി. അപ്പം എല്ലാം നല്ലവണ്ണ ഭർത്താവിൻ്റെ അടുത്തങ്ങ് പെരുമാറാൻ തുടങ്ങി. എന്നിട്ട് ഹൃദയം കീഴടക്കി. ഇതിൻ്റെ 29 പറയുകയാണ്, കശ്യപൻ വളരെ ജ്ഞാനിയെല്ലാം തന്നെയാണ്. കശ്യപന് ഭയങ്കര ജ്ഞാനിയെല്ലാം തന്നെയാണെങ്കിലും ഈ ചാതുര്യവതിയാൽ, അവള് വലിയ ചാതുര്യത്തോടു കൂടി തന്ത്രത്തിലൂടെയാണ് ഇങ്ങേരെ വശത്താക്കിയത്. ഇത്ര ബുദ്ധിമാനായിട്ട് അവളിൽ ഇങ്ങേര് വീണുപോയി. മൂഢബുദ്ധിയിൽപ്പെട്ട് അങ്ങേരുടെ ബുദ്ധിയെല്ലാം, ബുദ്ധിമാനാണെങ്കിൽ ഇവള് വന്ന് ഇങ്ങനെയെല്ലാം പെരുമാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെല്ലാം കെട്ട് ശ്രീ പരതന്ത്രനായി അവളിൽ മയങ്ങി. ശരി, നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്നങ്ങ് പറഞ്ഞു. ഒരു വരങ്ങ് കൊടുത്തു. അത് എനിക്കെന്താ വേണ്ടത്, നീ ചോദിച്ചോ, ഞാനെന്ത് തരാം. ഇതേപോലെയാണ് പണ്ട് രാമൻ്റെ കാലഘട്ടത്തിൽ രാജഭരണകാലത്തെ രാജാക്കന്മാർ പലയിടത്തും പോയി പെണ്ണ് കെട്ടും. എന്നിട്ട്
നിനക്ക് വേണ്ടുന്നതെല്ലാം സാധിച്ചാൽ ഇത് തന്നെയാണ് മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം തന്നെയാണ്. രാജഭരണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെയാണ്. എവിടെയെങ്കിലും പെണ്ണ് കെട്ടും, എന്നിട്ട് വേണ്ടപ്പെട്ട ഭാര്യമാരിൽ അവരെയെല്ലാം തൃപ്തിപ്പെടുത്തുന്ന ശൈലിയാണ് ആദ്യ കാലഘട്ടത്തിൽ. അതുകൊട്ടെ, എന്നിട്ട് ശരി നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറയുന്നു. ഇനി 30 എൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ആദിയിൽ സൃഷ്ടികർത്താവ്, ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ബുദ്ധിമാനായ കശ്യപൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണുപോയത് എന്ന് പറയുന്നതിനുള്ള ഉദാഹരണ സഹിതം പറയുകയാണ്. അതിന് കാരണം, ആദിയിൽ സൃഷ്ടികർത്താവ് ജീവജാലങ്ങൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, ജീവജാലങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ ദ്വയമായിട്ടേ പറ്റുള്ളൂ, അതിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു? സ്വശരീരത്തെ രണ്ടാക്കിയിട്ട് ഒന്നിനെ സ്ത്രീയാക്കി മാറ്റി. സ്വന്തം ശരീരത്തെ രണ്ടാക്കി ഒന്നിൽ സ്ത്രീയാക്കി മാറ്റിയിട്ട് ആ സ്ത്രീ എന്ന പ്രകൃതി, അതാണ് പുരുഷനും പ്രകൃതി, ആ സ്ത്രീ എന്ന പ്രകൃതിയിൽ പുരുഷൻ്റെ ബുദ്ധി ആകൃഷ്ടമാക്കി. എന്നിട്ട് ഇവൻ്റെ ബുദ്ധി ആ സ്ത്രീയിൽ കൊണ്ടുപോയിട്ട് ആകൃഷ്ടമാക്കി വെച്ചു. അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ സ്ത്രീകളുടെ പിന്നാലെ ഇങ്ങനെ വീണു പോകുന്നത്. 31 അങ്ങനെ കശ്യപൻ സന്തോഷവാനായി ചിരിച്ചുകൊണ്ട് വിധിയോട് പറഞ്ഞു. 32 സുന്ദരാംഗി വരത്തെ വരിപ്പം, എനിക്കെന്ത് വരാൻ വേണ്ട ഞാനങ്ങ് തന്നേക്കാം. പണ്ട് രാമനെ ഓടിക്കുന്നതിന് ഇതേപോലെ വര കൊടുത്തതുണ്ടാകും. ആ രാമനാട് ഇരുന്നിരുന്നെങ്കിൽ വിദേശികളൊന്നും വരില്ലായിരുന്നു, രാവണനൊന്നും വരില്ലായിരുന്നു, നല്ല ഭരണം ഉണ്ടാകുമായിരുന്നു. ഇപ്പം രാജഭരണത്തിൽ നല്ല ആൾക്കാരെല്ലാം ഇങ്ങനെ വരവെല്ലാം കൊടുക്കും. പറയുന്ന ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീയുടെ മക്കളെ പിടിച്ചിട്ട്, ആ മണ്ടരാണെങ്കിലും പിടിച്ച് ഭരണത്തിലിരുത്തും. എൻ്റെ രാമനെ കാട്ട് പറഞ്ഞു വിടും. ആ രാജഭരണത്തിൽ ദുഷിച്ച വശങ്ങളാണ് അവസാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാവണൻ എന്ത് ചെയ്തത്? അവസാനം കാട്ടിൽ നിന്നെല്ലാം തിരിച്ചു വന്നിട്ട് വിദേശികളെ ഓടിച്ചിട്ട് രാജഭരണവും അവസാനിപ്പിച്ചിട്ട് പുതിയൊരു വ്യവസ്ഥിതിയിലേക്ക്, ജനാധിപത്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോയത്. അതുമാതിരി ഇവിടെയും പറയുകയാണ് ഒരു വരം, നീ വേണ്ടത് ചോദിച്ചാൽ തരാം. ഭർത്താവ് സന്തുഷ്ടയായാൽ സ്ത്രീക്ക് ഏതൊരാഗ്രഹവും ഈ ലോകത്തിലോ പരലോകത്തിലോ എവിടെയും സാധിക്കുന്നതായിരിക്കും. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ആ സ്ത്രീകൾക്ക് ഈ ലോകത്തിലല്ല പരലോകത്തിലല്ല എവിടെ വേണമെങ്കിലും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. കശ്യപൻ പറയുകയാണ്. ഇനി 33, 34 പറയുകയാണ്. ഭർത്താവാണ് സ്ത്രീക്ക് എല്ലാറ്റിനും ഉപരിയായ ദൈവമെന്ന് ശാസ്ത്രമുണ്ട്. ശാസ്ത്രം പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ദേവന്മാരെക്കാട്ടിയും ശ്രേഷ്ഠം ഭർത്താവാണ്. ഭർത്താവിനെ ദൈവമായിട്ട് കാണും. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ ഭർത്താവായിട്ട് പോലും കാണില്ല. എന്നിട്ട് കണ്ട ദൈവങ്ങളെ പിന്നാലെ നടക്കും. ഭാഗവതവും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഭാഗവതം തന്നെ പറയുന്നു, മറ്റുള്ള ദൈവങ്ങളെല്ലാം നിസ്സാരന്മാരാണ്, കാണപ്പെട്ട ദൈവം ഭർത്താവാണ്. കാരണം ശ്രീ വാസുദേവൻ എല്ലാ ജീവികളിലെയും ഉള്ളിലിരുന്നു കൊണ്ട്, ദേഹത്തിലിരുത്തുകൊണ്ട് അവർ പല നാമരൂപങ്ങളായിട്ട് ദേവരൂപത്തിൽ പുരുഷന്മാരിൽ ഭർത്തൃരൂപത്തിൽ ഇരിക്കുന്നു. അപ്പം ശ്രീഹരി തന്നെയാണ് പല രൂപങ്ങളിൽ പല പേരുകളായിട്ട് പുരുഷന്മാരിൽ ഭർത്താവായിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ശ്രീഹരിയുണ്ട്. പക്ഷേ സ്ത്രീയും പുരുഷനും എന്നായാലും മറ്റേതിന് വേണ്ടിക്ക് കുറച്ചല്ലേ ലക്ഷ്മി ആയിരിക്കാം കൂടുതലുണ്ടാവുക. ആണുങ്ങളിലായിരിക്കും ശ്രീഹരി കുറച്ച് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ നോക്കേണ്ടിക്ക് ഭർത്താവിൽ നോക്കിയാൽ മതി. ശ്രീഹരി ഭർത്താവിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് ഭർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാര്യത്തിലെടുക്കാതെ പിന്നെ വല്ല
അമ്പലത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നു. ഇതാര് പറയുന്ന? ഭാഗവതം. അതുകൊണ്ടാണ് സ്ത്രീകളാൽ ആരാധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ശ്രീഹരിയായിട്ട് ഭർത്താവിനെ കാണണം. കാരണം ഉള്ളിൽ ആ ശ്രീഹരി തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് 35 പറയാണ്, അല്ലയോ സുന്ദരി, നീ അത് പ്രകാരമാണ് ചെയ്തത്. അത് കാരണം ശ്രേയസ് ആഗ്രഹിക്കുന്ന പതിവ്രതകളായ സ്ത്രീകൾ, അതുകൊണ്ട് എന്തെങ്കിലും ശ്രേയസ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ജീവനായും ഈശ്വരനായും കണ്ട് ഇതര വിചാരങ്ങളെ കൂടാതെ ആരാധിക്കണം. അതുകൊണ്ട് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്താണ്? പതിവ്രതകളായ സ്ത്രീകൾ ചെയ്യേണ്ടത് ഭർത്താവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട്, ജീവനായും ഈശ്വരനായും കണ്ടുകൊണ്ട്, മറ്റുള്ള വിചാരങ്ങളെല്ലാം മാറ്റിവെച്ച്, എന്ത് ദേഷ്യവും വിരോധവും വരികയാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരാധിക്കണം. 36 നീ നിന്നിൽ ആ ഗുണങ്ങളെല്ലാം കണ്ടു. അതിനാൽ പതിവ്രതകളല്ലാത്ത സ്ത്രീകൾക്ക് നേടുവാൻ കഴിയാത്ത നിന്റെ ആഗ്രഹത്തെ ഞാൻ നിറവേറ്റുന്നുണ്ട്. നീ പതിവ്രതയാണ്, അതുകൊണ്ട് പതിവ്രതകളല്ലാത്ത സ്ത്രീകൾക്ക് നേടാൻ പറ്റാത്ത നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം. കശ്യപൻ പറയുകയാണ്. അപ്പം 37 ദിതി പറയുകയാണ്, ബ്രഹ്മസ്വരൂപ. അപ്പം ബ്രഹ്മത്തെ ഈശ്വരനായിട്ട് കാണണമെന്നല്ല പറഞ്ഞത്, ബ്രഹ്മം തന്നെയായിട്ട് അങ്ങ് കണ്ടിരിക്കുകയാണ്. ബ്രഹ്മസ്വരൂപ, ബ്രഹ്മത്തിന്റെ രൂപത്തിൽ ഇരിക്കുകയാണ് ലിംഗം. പ്രധാനമായി ഇന്ദ്രന്റെ ഹന്താവും എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രനെ കൊല്ലാൻ പറ്റുന്ന, മരണം സംഭവിക്കാത്തതുമായ പുത്രനെ തരിക. വരം തരാനല്ലേ പറഞ്ഞ. എനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പറ്റുന്നതും ഇവനും മരണവും ഉണ്ടാകാൻ പാടില്ല, എൻ്റെ പുത്രന് മരണവും ഉണ്ടാകാൻ പാടില്ലാതെ ഒരു പുത്രനെ തരിക. ഞാൻ മക്കൾ നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ആ ഇന്ദ്രൻ എൻ്റെ 2 മക്കളെയും കൊന്നു. അതുകൊണ്ട് എനിക്കിത് വേണം. അവൾ 38 അവളുടെ വാക്കുകൾ കേട്ട് മനസ്സിനാകെ വിഷമായി അദ്ദേഹത്തിന്. അയ്യോ കഷ്ടമേ, മഹത്തായ അധർമ്മം എന്ന് എനിക്ക് വന്നു ചേർന്നുവല്ലോ. രാജാവ് കുടുങ്ങി. ഇതാണ് പണ്ട് രാജഭരണത്തിൽ നടന്നിരുന്നത്. ഭരതനെ രാജാക്കണം, ഏറ്റവും വേണ്ടപ്പെട്ട ഇഷ്ടമായിട്ട് രാജാവാക്കാൻ മോനെ ആക്കാൻ പോകുമ്പോഴേ പറ്റില്ല, അവരെ കാട്ടിലുണ്ട്. വേറെ എന്ത് ചെയ്യാനാണ്? ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് രാമൻ വന്നിട്ട് ആ രാജവംശ ഭരണ വ്യവസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കിയിട്ട്, സീത എന്ന് പറഞ്ഞാൽ സൗഭാഗ്യമാണ്, ആ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി ഭൂമിയിലേക്ക് പോയി. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം, വിദേശികളെ ഓടിച്ചതിൻ്റെ ശേഷം, വിദേശത്തു നിന്ന് എല്ലാം നേടി തിരിച്ചു പിടിച്ചതിൻ്റെ ശേഷം, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം പഴയ വ്യവസ്ഥിതി നമ്മൾ എടുത്തിട്ടില്ല. ആ സീത ഭൂമിയിലേക്ക് അങ്ങ് പറഞ്ഞു. നമ്മൾ വിദേശികൾ ഉണ്ടാക്കിയ ആ സയൻസിൻ്റെ പിന്നാലെ പോയി. അതുപോലെ ഇവിടെയും ആ കഷ്ടമേ, അതിമഹത്തായ അധർമ്മം എനിക്ക് വന്നു ചേർന്നു. ആരെ കൊല്ലുണ്ട്? ഇങ്ങേർക്ക് വേണ്ടപ്പെട്ടവനെയാണ് കൊല്ലേണ്ടത്, ഇന്ദ്രനെയാണ് കൊല്ലേണ്ടത്, സ്വന്തം ആളെയാണ് കൊല്ലേണ്ടത്. ഇതും വേണ്ട ആള് തന്നെ. ഈ ജനിക്കാൻ പോകുന്ന കുട്ടിയും വേണ്ടത് തന്നെ, ഇന്ദ്രനും വേണ്ട ആള് തന്നെ. അപ്പൊ അതിലും വലിയൊരു പാപമുണ്ടോ? ഇല്ല. എന്നിട്ട് പറയാ, കഷ്ടമായി ഇന്നിവിടെ ഇന്ദ്രിയ സുഖത്തിൽ ആസക്തനായ എനിക്ക്, ഞാൻ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ ഇവളെ ഭാര്യയായിട്ടുള്ള ആ നല്ല നിലയിലെല്ലാം തൃപ്തിപ്പെടുത്തി വന്നപ്പോൾ ആ ഇന്ദ്രിയ സുഖങ്ങളിലെല്ലാം ആകൃഷ്ടനായിട്ട് അതിൽ വീണത് എനിക്ക് സ്ത്രീരൂപമായ മായയാൽ, ഇവിടെ സ്ത്രീരൂപമായിട്ട് വന്ന മായയാണ്. ഈ മായയിൽ അകപ്പെട്ട് ആകൃഷ്ടനായി നരകത്തിൽ പതിക്കുവാൻ പോവുകയാണ്. ഞാൻ നരകത്തിൽ പതിക്കുവാൻ പോവുകയാണ്. ഇതാണ് പറഞ്ഞ, ഭൗതിക ലോകത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. 40 സ്ത്രീ സ്വഭാവമുള്ള ദിതിക്ക്
വിധിക്ക് സ്ത്രീ സ്വഭാവമാണ് ഉള്ളത്. ഇതിൽ അപരാധമൊന്നുമില്ല. സ്ത്രീകൾക്ക് ഇതിലങ്ങനെ അപരാധമൊന്നും തോന്നില്ല. സ്ത്രീകളെ മനഃശാസ്ത്രം പറയാൻ പോവുകയാണ്. സ്വന്തം കാര്യത്തിൽ ബോധമില്ലാത്ത ഈ ഞാനാണ് നിന്ദ്യൻ. അവളെ സംബന്ധിച്ച് അവളുടെ സ്ത്രീയാണ്, അവൾക്കിതൊന്നും ഒരു കാര്യമേ ഇല്ല. പക്ഷേ സ്വന്തം കാര്യത്തിൽ ബോധമില്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. കാരണം ഞാൻ ജിതേന്ദ്രനായില്ല. ഞാൻ ജിതേന്ദ്രനാകണമായിരുന്നു. ഞാൻ ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോയി. ഇനി 41 സ്ത്രീയുടെ മുഖം ശരൽക്കാലത്തെ താമര കൊത്തവണ്ണമാണ്. അവളുടെ മുഖം എന്ന് പറഞ്ഞാൽ നല്ല താമര പോലെയുള്ളതാണ്. ഏത്? സ്ത്രീയുടെ മുഖം ഭംഗിയുള്ളതാണ്, താമര പോലെ ഭംഗിയുള്ളതാണ്. വാക്ക് കാതുകൾക്ക് നല്ല ഇമ്പമാണ്. ഇതേ പറയുന്നതാണ്. വാക്കുകളെല്ലാം കാതുകൾക്ക് വളരെ ഇമ്പമാണ്, അമൃത സമാനമാണ്. മനസ്സാകട്ടെ കത്തിയുടെ വാൾത്തല പോലെയാണ്. എന്നാൽ സ്ത്രീയുടെ മനസ്സ് എന്ന് പറയുന്നത് കത്തിയുടെ വാൾത്തല പോലെ മൂർച്ചയുള്ളതാണ്. അവരുടെ പെരുമാറ്റ രീതിയോ ആർക്കും തിരിച്ചറിയാനും പറ്റില്ല. അവരുടെ എന്താണ് പെരുമാറുന്ന ഉദ്ദേശം എന്താണെന്ന് ആർക്കും തിരിച്ചറിയാനൊന്നും പറ്റില്ല. എന്താണ് ഉദ്ദേശം, എന്ത് നിലയിലാണ് സമീപിക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റില്ല. സ്ത്രീകളെ പറ്റിയുള്ള ഒരു വിവരണം ഇവിടെ തരുന്നുണ്ട്. 42 സ്വന്തം അഭിലാഷത്തിൽ മാത്രം മനസ്സ് വയ്ക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തം അഭിലാഷങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതിൽ മാത്രം മനസ്സ് വെക്കുന്ന സ്ത്രീക്ക് യഥാർത്ഥത്തിൽ പ്രിയനായിട്ട് ആരുമില്ല. അവൾക്ക് പ്രിയനായിട്ട് ഒരാളും ഇല്ല. സ്ത്രീകൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടി, അവളുടെ കാര്യസാധ്യം സാധിക്കാൻ വേണ്ടി ഭർത്താവിനെയോ പുത്രനെയോ സഹോദരിയെയോ കൊന്നേക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കും. അവളെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഭർത്താവായാലും വേണ്ടിയില്ല, മകനായാലും വേണ്ടിയില്ല, ആരെയും കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കുകയോ പത്രങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ കാണാം. പിന്നെ 43 പറയാൻ, ഞാൻ തന്നുകൊള്ളാം എന്ന് വാക്ക് കൊടുത്തു. ഞാൻ വാക്ക് കൊടുത്തതാണ്, ശരി എനിക്ക് വേണ്ട വരം തരാമെന്ന്. അതുകൊണ്ട് അത് വ്യർത്ഥമാകാൻ പറ്റില്ല. ഞാൻ കൊടുത്ത വാക്ക് പിൻവലിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇന്ദ്രനാട്ടെ വധത്തിന് അർഹനുമല്ല. ഇന്ദ്രന് ഒരിക്കലും മരണം ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താണ്? ലോകസൃഷ്ടിയിൽ കർമ്മം ചെയ്തിട്ട് സഹായിക്കുന്ന വിഷ്ണുവിന് ലോകാവസാനം വരെ എല്ലാ കർമ്മവും ചെയ്തിട്ട് ലോകത്തെ സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നതിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ പോയാൽ പിന്നെ ഈ ലോകത്തിൻ്റെ പ്രവൃത്തി തന്നെ അത് നടക്കുന്ന കാര്യമല്ല. ഇന്ദ്രൻ ലോകാവസാനം വരെ ഉണ്ട്. അതുകൊണ്ട് അവന് വധവും സംഭവിക്കില്ല. ആയതിനാൽ ഇത് സമുചിതമായിട്ട് കൈകാര്യം ചെയ്യണം. ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ചേ പറ്റൂ. ഇതെല്ലാം സാധിക്കണം. 44 കശ്യപ മുനി ഇപ്രകാരം ചിന്തിച്ചിട്ട് അല്പം കുപിതനായിട്ടാണെങ്കിലും തന്നെ നിന്ദിച്ചു പറഞ്ഞു. ദേഷ്യം വന്നു, പക്ഷേ തന്നെ നിന്ദിച്ചു. 45 സുമംഗലി, ഈ വ്രതം 1 വർഷക്കാലം അനുഷ്ഠിക്കുക. അങ്ങനത്തെ ഒരു പുത്രൻ നിനക്കുണ്ടാകും. ഞാൻ ഒരു വ്രതം അനുഷ്ഠിക്കാൻ പറയുകയാണ്. ആ വ്രതം നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ നല്ലൊരു പുത്രൻ നിനക്ക് ജനിക്കും. ഇന്ദ്രനെല്ലാം തോപ്പിക്കാൻ പറ്റുന്നതാണ്. വ്രതത്തിന് ഭംഗം സംഭവിച്ചാൽ അവൻ ദേവന്മാർക്ക് ബന്ധുവായി തീരും. അതുകൊണ്ട് വ്രതം തെറ്റാൻ പാടില്ല. വ്രതം തെറ്റിയാൽ പിന്നെ അവൻ ജനിക്കുന്ന പുത്രൻ ദേവന്മാരുടെ ബന്ധുവായിട്ട് മാറും. 46 ദിതി പറയുകയാണ്, ആ വ്രതം ഞാൻ ധരിച്ചു കൊള്ളാം. അതെല്ലാം അതിനുള്ള കഴിവെല്ലാം അവർക്കുണ്ട്. യാതൊന്ന് ചെയ്യണം യാതൊന്ന് ചെയ്യണ്ട എന്നെല്ലാം പറഞ്ഞു തന്നാൽ മതി. എന്ത് ചെയ്താലാണ് വ്രതം മുന്നോട്ടേക്ക് പോകുക, എന്ത് ചെയ്താലാണ് വ്രതം മുടുക, ആ കാര്യം മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്തോളാം. ഇത് 47-48 കശ്യപൻ പറയുകയാണ്, പ്രാണികളെ ഹിംസിക്കരുത്. ഇപ്പം കുറേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയും. അപ്പം അത് നമുക്ക് ഓടിക്കട്ടെ. പ്രാണികളെ ഹിംസിക്കരുത്, ആക്രോശിക്കരുത്, കള്ളം പറയരുത്, നഖവും രോമവും ഒന്നും മുറിക്കരുത്, മംഗളമല്ലാത്തത് അരുത്,
അങ്ങനത്തെയുള്ള ഒന്നും തൊട്ടുകൂടാ. വെള്ളത്തിലിറങ്ങി കുളിക്കരുത്. ദുഷ്ടജനങ്ങളോടുകൂടി സംഭാഷണം ചെയ്യരുത്. പിന്നെ ഒരിക്കൽ ചൂടിയ പുഷ്പവും അലക്കാത്ത വസ്ത്രവും ധരിക്കരുത്. അതായത് ശുചിയായിട്ട് ധരിക്കണം. ശുചിത്വം വേണം. 49 തിന്ന ബാക്കിയൊന്നും തിന്നരുത്. വല്ലവർക്കും നിവേദിച്ചൊന്നും എടുത്ത് തിന്നേക്കരുത്. ശൂദ്രൻ കൊണ്ടുവന്നത്, അതായത് വൃത്തിയില്ലാത്ത കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്. മാംസമെല്ലാം കൂട്ടിയ ഭക്ഷണം കഴിക്കരുത്. കൈക്കുമ്പിളിൽ വെള്ളം എടുത്തിട്ട് കുടിക്കരുത്. വെള്ളത്തെ പറ്റി പറയുന്നതിനല്ല ഇവിടെ പ്രാധാന്യമുണ്ട്, അത് പിന്നീട് പറയാം. വൃത്തി, ശുചിത്വം ഇതെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 50 തിന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി വായിൽ വെക്കരുത്. വെള്ളം കൊണ്ട് മുഖം എല്ലാം വൃത്തിയാക്കണം ഇടക്ക്. സന്ധ്യാസമയത്ത് തലമുടി അഴിച്ചിട്ട് കൊണ്ട് കിടന്നുറങ്ങരുത്. പിന്നെയോ ഉടൻ മറക്കാതെയും പുറത്തൊന്നും കയറി നടക്കരുത്, പുറമെ നടക്കരുത്. 51 കാൽ കഴുകാതെ മനസ്സ് പതറിക്കൊണ്ട് കിടന്നുകൂടാ. കാൽ കഴുകാതെ കിടക്കുന്ന സമയത്ത് മനസ്സ് ശാന്തമായിരിക്കണം. നനഞ്ഞ കാലോടെ നിലത്ത് കിടക്കരുത്. പടിഞ്ഞാറോട്ടേക്ക് തല വെക്കരുത്. വടക്കോട്ടേക്കും തല വെക്കരുത്. അന്യജനങ്ങളോട് കൂടിയും നഗ്നനായിട്ടും കിടക്കാൻ പാടില്ല. സന്ധ്യകളിലും ഉറങ്ങാൻ പാടില്ല. 52 അലക്കിയ വസ്ത്രം ധരിച്ച് ശുദ്ധിയോടെ. അപ്പം പ്രാതൽ കഴിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ അലക്കിയ വസ്ത്രമെല്ലാം ധരിച്ച് ശുദ്ധിയോടുകൂടി വേണം പ്രാതൽ ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഗോക്കളെയും ബ്രാഹ്മണരെയും സ്ത്രീകളെയും എല്ലാം പൂജിക്കണം. ശ്രീ വാസുദേവനെയെല്ലാം പൂജിക്കണം. 53 അസുര സ്ത്രീയാണ്, വാസുദേവനെ പൂജിക്കാനാണ് പറയുന്നത്. സുമംഗലിയായ സ്ത്രീകളെ പൂമാല, കുറിക്കൂട് മുതലായവയാൽ സമാരാധിക്കണം. ഭർത്താവിനെയും അതേപോലെ ആരാധിക്കണം. അദ്ദേഹം പുത്രരൂപത്തിൽ, ഭർത്താവ് പുത്രരൂപത്തിൽ ഉള്ളിൽ കിടക്കുകയാണെന്ന് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇതെല്ലാം 54 ഇതെല്ലാം ഒരു വർഷത്തോളം തെറ്റുപറ്റാതെ ചെയ്യണം. അപ്പോൾ നിനക്ക് ഇന്ദ്രനെ കൊല്ലുന്ന പുത്രൻ ജനിച്ചു കിട്ടും. 55 അനന്തരം മനക്കരുത്തുള്ള ദിതി ശരിയാകാം എന്ന് സമ്മതിച്ചിട്ട് അതിനുശേഷം കശ്യപമുനിയിൽ നിന്നും ഗർഭം ധരിച്ച ശേഷം മുറ പോലെ വ്രതം അനുഷ്ഠിച്ചു. 56 അപ്പോൾ ഇന്ദ്രൻ ചിറ്റമ്മയുടെ ആ ആശയഗതിയെ മനസ്സിലാക്കിയിട്ട്, കാരണം ഇന്ദ്രൻ എത്താത്ത സ്ഥലമില്ലാതെ, ഒരു പ്രസവം നടക്കട്ടിക്കലും കുട്ടി ഉണ്ടാട്ടിക്കലും എല്ലാം അവിടെ എന്ത് വേണം? ഇന്ദ്രൻ വേണം. അത് നമുക്കറിയാം. എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇവിടെ ഇന്ദ്രൻ ചിറ്റമ്മയുടെ ആശയഗതിയെ മനസ്സിലാക്കിയിട്ട് അവളെ ശുശ്രൂഷിക്കാൻ പരിചരിക്കാൻ എന്ന നേരിൽ അവളുടെ അടുത്ത് കൂടി, ചിറ്റമ്മയല്ലേ വേണ്ട പരിചരണം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് കൂടി. എന്നിട്ട് എന്ത് ചെയ്യുക? അവൻ ദിവസവും കാട്ടിലെല്ലാം പോയിട്ട് പൂക്കളും കടികളും കിഴങ്ങുകളും വേണ്ടതെന്നുള്ള സാധനം, വെള്ളം, ഇതെല്ലാം ദിവസവും എത്തിച്ചു കൊടുക്കും. അവർക്ക് എന്തെല്ലാമാണ് വേണ്ടത്, വേണ്ട സാധനങ്ങളെല്ലാം കാട്ടിലെല്ലാം പോയിട്ട് പറിച്ചിട്ട് പഴങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചെല്ലാം എത്തിച്ചു കൊടുക്കും. 58 കുടില തന്ത്രജ്ഞനായ ഇന്ദ്രൻ, പല തന്ത്രങ്ങളും വക്രഗതികളെല്ലാം അറിയുന്ന കക്ഷിയാണ് ഈ ഇന്ദ്രൻ. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? വ്രതത്തിൽ എന്തെങ്കിലും ഭംഗം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ. അപ്പം അങ്ങനെ ഭംഗം വരുമ്പോൾ അപ്പം എന്ത് ചെയ്യാം?
വ്രതത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ, വ്രതത്തിൽ എന്തെങ്കിലും ഭംഗം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ പരിചരിക്കാൻ അടുത്ത് കൂടിയിരുന്നത്. വ്രതം തെറ്റിയാൽ പിന്നെ എന്താണ്, പിന്നെ അങ്ങനെ ഒരു കുട്ടി ജനിക്കില്ല. ബാക്കിക്കാര്യം അവൻ നോക്കിക്കോളും. അപ്പൊ അവൻ മാനിന്റെ വേഷം ധരിച്ച വേടനെ പോലെയാണ് അവളെ പരിചരിച്ചത്. 59. ഇന്ദ്രൻ അവൾ ശ്രദ്ധാലുവെങ്കിൽ, അവൾ വളരെ ശ്രദ്ധയുള്ളവരാണെങ്കിലും വ്രതഭംഗം, അവൻ വളരെ ശ്രദ്ധാലു, അവൻ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു എന്തെങ്കിലും വ്രതം തെറ്റുന്നുണ്ടോ. പക്ഷെ അവന് വ്രതഭംഗമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അതോടെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് കഠിന ചിന്തയിലകപ്പെട്ടു. അവൻ കുറേ ദിവസം, അവസാന നിമിഷം വരെ അവൻ നോക്കി. അപ്പൊ ഒരു വ്രതഭംഗവും സംഭവിക്കുന്നില്ല. അവനാകെ വിഷമമായി, തൻ്റെ അവസ്ഥ ഇനി എന്താകും എന്ന് ഓർത്തിട്ട്. 60 അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യാസമയത്ത് കാൽ കഴുകാതെയും മുടിയൊന്നും ജലസ്പർശമൊന്നും ഏൽക്കാതെയും അവളങ്ങ് മയങ്ങിപ്പോയി. കാലൊന്നും കഴുകാതെ വ്രതം തെറ്റിപ്പോയി. അവസാന നിമിഷം അത് നനച്ചില്ല, മുഖമൊന്നും ശരിക്ക് നനക്കണം. ആ തക്കം 61 ആ തക്കം നോക്കി ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ യോഗമായ ദിതിയുടെ വയറ്റിലേക്ക് കടന്നു കയറി. 62 പറയുകയാണ്, സ്വർണത്തെ പോലെ തിളങ്ങുന്ന ഗർഭത്തെ 7 കഷ്ണങ്ങളായിട്ട് അദ്ദേഹം വെട്ടിമാറ്റി. കരഞ്ഞുകൊണ്ടിരുന്ന ഓരോന്നിനെയും കരയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് താലോലിക്കുന്ന മട്ടിൽ പിന്നെയും അതിനെ 7 ആയിട്ട് മുറിച്ചു. അപ്പോൾ 7 ആക്കി മാറ്റി, പിന്നെ 7നെ 7 ആക്കി മാറ്റിയിട്ട് അങ്ങനെ 7 7 49 കഷ്ണങ്ങളാക്കി മാറ്റി. അപ്പോൾ 63 കരഞ്ഞുകൊണ്ട് അപ്പോൾ അവൻ ഇന്ദ്രനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ സഹോദരന്മാരെ ഞങ്ങളെ എന്തിനാണ് കൊല്ലുന്നത്? അങ്ങയുടെ സഹോദരന്മാരല്ലേ നമ്മളെന്തിനാണ് കൊല്ലുന്നത്? 64 അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, പേടിക്കരുതേ, നിങ്ങൾ എനിക്ക് സഹോദരന്മാരാ ആണ്. അപ്പോഴവ ഇന്ദ്രൻ അവരോട്, മരുത്തുക്കളോട് എന്ത് പറഞ്ഞു? ഈ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷേ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. 65 ദിതിയുടെ ഗർഭം ബഹുപ്രകാരത്തിൽ മുറിക്കപ്പെട്ടിട്ടും, അങ്ങനെ പലതായിട്ട് ഗർഭത്തിൽ വെച്ചിട്ട് മുറിച്ചിട്ടും ഭഗവാന്റെ കാരുണ്യത്താൽ, അവള് അവസാനം ഭഗവാനെയാണ് പ്രാർത്ഥിക്കാനാണ് ആര് പറഞ്ഞത്? കശ്യപൻ പറഞ്ഞിരുന്നത്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവൾ അസുര സ്വഭാവമാണെങ്കിൽ ഈ ഒരു വർഷം കുട്ടീനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം പോലെ ഇന്ദ്രന്റെ വജ്രവും ഇതിനെ പലതായിട്ട് ഉണ്ടായിട്ട് മുറിച്ചെങ്കിലും ആ കുട്ടികളൊന്നും എന്തായില്ല, മരിച്ചില്ല, ഇവളും മരിച്ചില്ല. എന്നിട്ട് 66 പറയാണ്, ഒരിക്കലെങ്കിലും ശ്രീഹരിയെ ആരാധിച്ചാൽ മനുഷ്യർ ആ സ്വരൂപത്തെ പ്രാപിക്കും. ഒരിക്കലെങ്കിലും ശ്രീഹരിയെ നമ്മൾ ആരാധിച്ചാൽ നമ്മളെ ശ്രീഹരിയെ തന്നെ ആയിട്ട് മാറും. എന്നാൽ 1 വർഷത്തോളം ശ്രീഹരിയെ ആരാധിച്ചവളാണ്, ഏകദേശം 1 വർഷത്തോളം ശ്രീഹരിയെ ആരാധിച്ചവളാണ് ഇവള്. അതുകൊണ്ട് തന്നെ ദിതിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ, അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് 67 മരുത്തുക്കൾ എന്നറിയുന്ന ആ ദേവന്മാർ ഇന്ദ്രനോടുകൂടി 7 പേരായി ഭവിച്ചു. അപ്പം ആദ്യം 7 ആയിട്ടാണ് മുറിച്ചത്. അപ്പം ഇന്ദ്രനോടുകൂടി 7 പേരായിട്ട് ഭവിച്ചു. ശ്രീഹരിയാൽ മാതാവിൻ്റെ ദോഷമെല്ലാം അകറ്റിയിട്ട് അവരെല്ലാം സോമപാനത്തിന് അർഹരായിത്തീർന്നു. അപ്പം ഈ പറയുന്നവരെല്ലാം, മരുത്തുക്കളെല്ലാം സോമപാനത്തിന് അർഹരാണെന്ന് പറഞ്ഞാൽ അവർ ദേവന്മാർക്ക് സമാനമായിട്ട് മാറി. ആ മാതാവിൻ്റെ ദോഷവും എല്ലാം ഇല്ലാതായി. എന്തുകൊണ്ട്? ശ്രീഹരിയെ ആരാധിച്ചതുകൊണ്ട്. 68 ദിതി എഴുന്നേറ്റ് ഇന്ദ്രനോട്
ചേർന്നിരിക്കുന്ന അഗ്നിക്കൊത്തവണ്ണം ശോഭിച്ചു കൊണ്ടിരുന്ന കുമാരന്മാരെ കണ്ടു. അപ്പം ദിതി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇന്ദ്രനോടൊപ്പം ഈ കുട്ടികൾ ഇവരെല്ലാം അഗ്നിക്കൊത്ത് ശോഭയോടുകൂടിയാണ്, ഇന്ദ്രനോട് ചേർന്നിരിക്കുകയാണ്. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പാടെല്ലാം പെട്ടിട്ട്, പക്ഷെ അവർ ഇന്ദ്രനോട് ചേർന്നിരിക്കുകയാണ്. ആ മരുത്തുക്കളെ കണ്ടിട്ട് അവൾ സന്തോഷിച്ചു. കാരണം എന്താ? അവൾ മനഃശുദ്ധിയുള്ളവളായി മാറി. അവൾക്ക് പണ്ടുള്ള വൈരാഗ്യം അവളിൽ നിന്ന് പോയി. എന്തുകൊണ്ട്? വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ട്. 69 അവൾ ഇന്ദ്രനോട് പറഞ്ഞു, മകനെ, ഞാൻ അതിഥി പുത്രനായ നിങ്ങൾക്ക്, അതിഥിയുടെ പുത്രന്മാരാണല്ലോ നിങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്ന പുത്രനെ ജനിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ വ്രതമെല്ലാം അനുഷ്ഠിച്ചത്. അതിഥിയുടെ എല്ലാ പുത്രന്മാർക്കും ദോഷം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്രതമെല്ലാം അനുഷ്ഠിച്ചത്. എന്നിട്ട് 70 പറയാണ്, സങ്കല്പിച്ചത് ഒരു പുത്രനെയാണ്, പക്ഷെ ഇവർ 49 പേരെങ്ങനെയുണ്ടായി? സങ്കല്പിച്ചത് 7 അല്ല 1 ഒരു പുത്രനെ കിട്ടാനാണ്. പക്ഷെ ഇവരെത്ര പേരുണ്ട്? 49 പേരുണ്ട്. മകനേന്ന് എനിക്കറിയാമെങ്കിൽ പറഞ്ഞു തരിക. മകനേന്ന് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 71 പറയാണ്, മാതാവേ, ഞാൻ ഭവതിയുടെ മനസ്സറിഞ്ഞിട്ട് അടുത്ത് വന്നതായിരുന്നു. ഭവതി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അടുത്ത് വന്നത്. തട്ടം കിട്ടിയപ്പോൾ ഗർഭത്തെ ഞാൻ മുറിച്ചു. എന്നിട്ട് എന്ത് പറയുന്നു? അർത്ഥത്തെ മനസ്സ് വെക്കുന്നവൻ ധർമ്മത്തെ അറിയുകയില്ല. ഞാൻ അർത്ഥത്തിൽ, ഭൗതിക ലോകത്തിൽ താല്പര്യം വെച്ചിട്ടാണ് അന്നത് ചെയ്തത്. അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മക്കളെ കൊല്ലാൻ തന്നെയാണ് ഇറങ്ങി തിരിച്ചു വന്നത്, ഉണ്ടാകുന്ന മക്കളെ. അപ്പോൾ അങ്ങനെ അർത്ഥത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ധർമ്മമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കാ തെറ്റ് പറ്റി. 72 പറയാണ്, അങ്ങനെ 7 ഗണ്ഡം ഗണ്ഡിച്ചു. അങ്ങനെ 7 കുമാരന്മാരുണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അതിനെ 7 ഭവതിയുടെ ഗർഭത്തെ 7 വിഭജിച്ചിട്ട് 7 മക്കളുണ്ടായി. അവരെയും പിന്നെ ഞാൻ 7 വിഭജിച്ചു. പിന്നെ ഓരോന്നിനെയും ഞാൻ 7 വിഭജിച്ചു. അങ്ങനെയാണ് 7 49 പക്ഷെ അവരൊന്നും മരിച്ചില്ല. ഞാൻ ശ്രമിച്ചതിനാണ് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവരൊന്നും മരിച്ചില്ല. 43 അതിനാൽ ഈ പരമമായ ആശ്ചര്യത്തെ കണ്ടിട്ട് ഞാൻ നിർണയിച്ചു. കൊല്ലാൻ നോക്കിയിട്ട് ഈ 7 കഷ്ണം 49 കഷ്ണമായിട്ട് മരിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അന്തപ്പെട്ടിട്ട് ആശ്ചര്യത്തോടു കൂടി ഞാൻ സ്വയം തീരുമാനിച്ചു, ശ്രീഹരിയെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഭഗവതി ശ്രീഹരിയെ ആരാധിച്ചത് കൊണ്ട് അവരൊന്നും മരിച്ചില്ല. പിന്നെ 74 യാതൊരാൾ നിഷ്കാമമായി, അതായത് ഏതൊരാളും നിഷ്കാമമായിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ ആരാധിക്കുകയാണെങ്കിൽ, ഒരു നിഷ്കാമമായിട്ട് അദ്ദേഹത്തെ ആരാധിക്കണം. ആര് നിഷ്കാമമായിട്ട് ഒന്നും നമുക്ക് വേണ്ടിയല്ല എന്ന നിലയിൽ ആരാധിക്കുന്നുവോ, പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി അവർ നിഷ്കാമ കർമ്മം ചെയ്യുന്നു. പക്ഷെ അവർക്ക് എന്ത് വേണ്ട? മോക്ഷമൊന്നും വേണ്ട. ഇപ്പം നമ്മൾ മോക്ഷം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതെല്ലാം കുടുംബമൊന്നും വിട്ടെറിഞ്ഞിട്ട് പോകാനൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാനൊന്നും കിട്ടും. ബ്രഹ്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ ഇതെല്ലാം കുടുംബത്തെയെല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി അടക്കം ഉപേക്ഷിച്ച് പോകണം. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ചെയ്യുന്ന കർമ്മം നിഷ്കാമമാണ്. നമ്മൾ നമുക്ക് വേണ്ടി എന്നുള്ള ചിന്തയില്ലാതെ നമ്മൾ ജനിച്ചതിനാണോ ആ കർമ്മം ചെയ്തു കൊടുക്കുന്നത്, അതാണ് നിഷ്കാമ കർമ്മം. അങ്ങനെ ചെയ്യുന്നവരവർക്ക് അവർ മോക്ഷം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, നമ്മൾ മോക്ഷം ആഗ്രഹിച്ചിട്ടല്ല നിഷ്കാമ കർമ്മം. അർജുനൻ മോക്ഷം ആഗ്രഹിച്ചിട്ടല്ല നിഷ്കാമ കർമ്മം ചെയ്യാൻ പറഞ്ഞു. നീ നിൻ്റെ ജോലി ചെയ്യുക, നിന്നെ ജനിപ്പിച്ചതിനാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ അവർ സമർത്ഥരാണ്. അവർ നമുക്ക് വേണ്ടിയൊന്നുമല്ല ചെയ്യുന്നില്ലെങ്കിലും
പക്ഷേ അവരുടെ കാര്യം ഭംഗിയായിട്ട് അവർ എന്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് അത് നടന്നിരിക്കും. കാരണം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ് ഈ ജന്മം തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി എന്ന് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാര്യം നേടുക മാത്രമല്ല അതിൻ്റെ അപ്പുറം എല്ലാം കടന്നിന്നേല്ലാം ആക്കണം എന്ന് ആഗ്രഹിക്കും. അപ്പം അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താണോ ചിന്തിച്ചാൽ അതേ നടക്കും. എന്നാലും നമ്മളതൊന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി 75 തന്നെ തന്നെ തന്ന്, അതായത് നമുക്ക് തന്നെ ജന്മം നൽകി തന്നിൽ തന്നെ വസിക്കുന്ന, തന്നിൽ തന്നെ ആത്മസ്വരൂപമായി വർത്തിക്കുന്ന ഈശ്വരനോട് അറിവുള്ളവർ വിഷയസുഖത്തെ വരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം തന്നിൽ തന്നെ തനിക്ക് ജന്മം നൽകിയത്, തന്നിൽ തന്നെ വസിക്കുകയാണ്, തൻ്റെ ആത്മാവായിട്ട് സ്വരൂപമായിട്ട് വർത്തിക്കുന്ന ഈശ്വരനോട് അറിവുള്ളവർ എന്തെങ്കിലും വിഷയസുഖത്തെ ആവശ്യപ്പെടുമോ? അതിൻ്റെ ആവശ്യമില്ല. വേറൊരാളോട് ആവശ്യിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേറെ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ ഈശ്വരൻ തന്നെയാണ് ഞാനായി മാറിയത്, തന്നിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ആത്മാവായിട്ട് ജീവാത്മാവായിട്ട് അത് വർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ഈശ്വരനോട് വേറൊരു വിഷയസുഖത്തെപ്പറ്റി നമ്മൾ ചോദിക്കുമോ? ചോദിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അത് തന്നെയാണ് ഞാൻ. പിന്നെ ഞാൻ വേറൊരു വിഷ്ണുവോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മളെല്ലാം ചെയ്തു കൂട്ടുന്ന എന്താണ്? നമ്മൾ തന്നെ ഉള്ളതാണ്. ആ ഈശ്വരൻ നമ്മൾ തന്നെയുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. അത് തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തെല്ലാം പോയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് നരകത്തിലും സംഭവിക്കും. നരകത്തിലായാലും എവിടെയായാലും നമുക്കെന്തില്ല, നമ്മൾ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതെവിടെയാണ് എത്തിക്കേണ്ടത് അത് എത്തിക്കും. അതിൽ നമ്മൾ എന്തായിരിക്കും? സാറ്റിസ്ഫൈഡും ആയിരിക്കും. എന്ത് നമുക്ക് കിട്ടുന്നത് അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം നമ്മൾ തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ച് എന്തിനാണോ അതത് സാധിപ്പിച്ചു തരും. അത് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ എടുത്താൽ മാത്രമാണ്. ഇനി 76 ഭവതി മൂഢനായ എൻ്റെ വലിയ ആളുകളുടെ അടുക്കൽ കാണിച്ച ഈ ദുഷ്ടത പൊറുത്തു കളയുവാൻ അർഹിക്കുന്നു. ഭവതി മൂഢയായ എൻ്റെ വലിയ ആളുകളുടെ അടുക്കൽ കാണിച്ച ഈ ദുഷ്ടത ഞാൻ പൊറുത്തു കളയുവാൻ ആഗ്രഹിക്കുന്നു. ഭവതി എൻ്റെ നേരെ ചിലതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ നശിപ്പിക്കാൻ തന്നെയാണ് ഭവതി ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഞാനത് പുറത്തു കളയുകയാണ്. കാരണം ഇതിലൊന്നും ഒരു കാര്യം ഇല്ല. ഭാഗ്യവശാൽ ഗർഭം ചത്തു പിഴച്ചുവല്ലോ. ആ ഗർഭം എന്തായി? പിഴച്ചുപോയി. ആ ഗർഭമില്ലാതായി. ഗർഭത്തിലുള്ള കൊച്ച് ഇല്ലാതായി. ഏത് തരത്തിലുള്ള ഒരു കൊച്ചാണോ ഭവതി ഉദ്ദേശിച്ചത്? ഭവതി ഉദ്ദേശിച്ച കൊച്ചേതാണ്? ഇന്ദ്രനെ വധിക്കാനാണ്. അതിനുവേണ്ടിയാണ് ഭവതി ഇറങ്ങിത്തിരിച്ചത്. ഒരു കൊച്ചുണ്ടാകണം, എന്നിട്ട് ഇന്ദ്രനെ വധിക്കണം. പക്ഷെ അത് പിഴച്ചുപോയി. ഇന്ദ്രനെ വെട്ടി നുറക്കിയത് കൊണ്ട് എന്തായി? ആ പരിപാടി നടന്നിട്ടൊന്നുമില്ല. അതെല്ലാം പിഴച്ചുപോയി. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പം ഭവതിയോട് പാപം വിദ്വേഷമൊന്നും വെച്ച് വെക്കേണ്ട. ഭവതി ചെയ്ത പാപത്തെ വലിയ കാര്യത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ദ്രനെ കൊല്ലാനാണല്ലോ ചെയ്തത്. ഇന്ദ്രനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇന്ദ്രനെ ഇപ്പോഴും ജീവിക്കുന്നു. ആ ലക്ഷ്യം സാധിച്ചിട്ടുമില്ല. ആ നിലയിൽ നോക്കുമ്പോൾ ഇത് പുറത്ത് കളയേണ്ട കുറ്റം മാത്രമേ ഭവതി ചെയ്തിട്ടുള്ളൂ. അല്ലാതെ കൂടുതലൊന്നും പൊറുക്കാൻ പറ്റാത്ത കുറ്റമൊന്നും ഭവതി ചെയ്തിട്ടില്ല. ഇനി 77 ശുഗൻ പറയുകയാണ്, ശുദ്ധ മനസ്സാൽ സന്തുഷ്ടയായ അവൾ ഇത് കേട്ടപ്പോൾ അവൾക്കും സന്തോഷമായി. ആ ഇന്ദ്രനും വിദ്വേഷമൊന്നുമില്ല. യാത്രക്കുള്ള അനുവാദം കൊടുത്തു. അവന് പോട്ടെ. അപ്പോൾ അവനെന്ത് ചെയ്തു? മരുഗണങ്ങളോട് കൂടി സ്വർഗത്തിലേക്ക് പോയി. അവൻ മരുഗണങ്ങളോട് കൂടി പോലെ സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗത്തിലാണെന്നുള്ളത് ഈ 49 എണ്ണം ഉള്ളത്.
എന്താണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് സയൻസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രപഞ്ചം ആദ്യം ഉണ്ടാകുമ്പോൾ ആറ്റങ്ങളാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് പിന്നത്തെ സൃഷ്ടിക്രമെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമുക്കറിയാം ആറ്റങ്ങൾ ഉണ്ടായ ആറ്റങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അതെന്തായി തീരും? മറ്റുള്ളവയിൽ കൂടിച്ചേർന്നിട്ട് വെട്ടാക്കാൻ വേണ്ടിയിട്ട് പല തന്മാത്രകളും വസ്തുക്കളായിട്ട് കൂടിച്ചേർന്നിട്ട് പ്രപഞ്ചത്തിൽ കുറേ വസ്തുക്കളുണ്ടാകും. കല്ലും മണ്ണും ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ കല്ലും മണ്ണും എന്ന നിലയിലെടുക്കുക. ഈ കല്ലും മണ്ണും ഗോളങ്ങളായി മാറി കുറേ ഗോളങ്ങളെല്ലാമായിട്ട് മാറിയിട്ട് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, വസ്തുക്കളെല്ലാം പരസ്പരം ആകർഷിക്കും. അതും ആധുനിക സയൻസ് പറയുന്ന കാര്യമാണ്. അപ്പം ആധുനിക സയൻസിൻ്റെ തത്വപ്രകാരം ഈ ഉണ്ടായ വസ്തുക്കളെല്ലാം കൂടിയിട്ട് ഒന്നാകാനാണ് ശ്രമിക്കുക. അങ്ങനെ വലിയൊരു ഗോളമായി തീരാൻ പറ്റും. പക്ഷെ ആ ഗോളമായി തീർന്നിരുന്നുവെങ്കിൽ പിന്നെ ഇന്ദ്രൻ്റെ പരിപാടിയെല്ലാം പൊളിയും, വിഷ്ണുവിൻ്റെ പരിപാടിയും പൊളിയും. വിഷ്ണുവിന് എന്താണ് വേണ്ടത്? 49 മരുത്തുക്കളുള്ള ഒരു സുന്ദരമായ ലോകം. ആകാശത്ത് കുറേ നക്ഷത്രങ്ങൾ വേണം, അത് വേണം, ഇങ്ങനെ വേണം, പല 7 ലോകങ്ങളായിട്ടുള്ളതാണ് വേണ്ടത്. പക്ഷേ ഈ ഉണ്ടായ സാധനങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് ഒരു വലിയ ഗർഭം പോലെ ആയിരുന്നുവെങ്കിൽ അവിടെ ഇന്ദ്രൻ തോൽക്കുന്നു, വിഷ്ണു തോൽക്കുന്നു. ആര് ജയിക്കുന്നു? അസുരമാതാവ് ജയിക്കുന്നു. അങ്ങനെ ഒരു പ്രപഞ്ചം ഒരു വലിയ പുണ്ടന്മാരി ആയിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല. ഇപ്പം വിഷ്ണുവിൻ്റെ പരിപാടിയും പൊളിയും, ഇന്ദ്രൻ്റെ പരിപാടിയും പൊളിയും. അങ്ങനെ അത് നിൽക്കണ്ടെങ്കിൽ ആധുനിക സയൻസിൽ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിലുണ്ടാകും. ഒരു കല്ലുകളും മണ്ണുകളെല്ലാം നമ്മൾ വളരെ നല്ല നിലയിൽ എറേഞ്ച് ചെയ്താൽ മാത്രമേ അത് ഒന്നായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളത്തിലിടുന്നത്. ഒരു വലിയ നമ്മളിപ്പോൾ ഒരു മണ്ണ് കുറച്ച് വണ്ണത്തിലാക്കി എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ എന്താ പറ്റുക? അലിഞ്ഞു. അതുകൊണ്ടാണ് വെള്ളത്തിൽ കുളിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശുദ്ധമായിരിക്കണം. നമ്മൾ ശുദ്ധമായ മണ്ണ് കുഴച്ചിട്ട് നമുക്കിങ്ങനെ ആക്കാം. അത് മാവ് പൊടി, ശുദ്ധമായ മാവ് പൊടിയാണ്. കുഴച്ചിട്ട് എന്താക്കാം? നല്ല ഇതായിട്ട് നിൽക്കും. നേരെ മറിച്ച് അരിപ്പൊടിയെല്ലാം വലിയ കട്ടയായിട്ടുള്ള അരിപ്പൊടിയെല്ലാം പൊടിച്ചാൽ അത് പൊടിഞ്ഞു പോകും. പിന്നെ മുഖം എപ്പോഴും കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ നനവ് വേണം, എങ്കിലേ ഒട്ടും. ഇപ്പം ഗോതമ്പപ്പൊടി, വെറും ഗോതമ്പപ്പൊടി ഒട്ടിച്ചാൽ നല്ലൊരു ബോളായി കിട്ടില്ല. അതുണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ടാലും പോയി പോകും. പക്ഷേ നനവ് വേണം തന്നെ. വെള്ളമില്ലെങ്കിലോ, ശരിക്കും വെള്ളമില്ലാതെ കുഴച്ച് കഴിഞ്ഞാൽ അതൊരുമാതിരി ഇങ്ങനെ കിടക്കും. അപ്പം നനവും വേണം. മുഖടക്കെല്ലാം കഴുകണം. പക്ഷെ അതേസമയം വെള്ളത്തിൽ കുളിക്കാനും പാടില്ല. ശുദ്ധമായി ചേർക്കണം. അതായത് ശുദ്ധമായ മാവ് പൊടിയായിരിക്കണം. അങ്ങനെ ആവുകയാണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ ഗോളമായി മാറുമായിരുന്നു. പക്ഷേ ശുദ്ധിയില്ലാത്തത് കൊണ്ട് ഏറ്റവും വലുതായ അവസ്ഥയിൽ ഇതങ്ങ് പൊട്ടിപ്പോയി. എങ്ങനെയാണ് പൊട്ടിക്കുന്നത്? പ്രപഞ്ചത്തെ 7 ഗോളങ്ങളാക്കി മാറ്റാനാണ് പ്ലാൻ. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ആ ഗർഭത്തെ, അപ്പോൾ അങ്ങനെ ശുദ്ധമായി ആകുന്നതിനാണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇങ്ങനെ പെരുകി വരും. ക്രിസ്റ്റലൈനല്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വണ്ണമുള്ള പൊടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദ്വാരമെല്ലാം ഉണ്ടെങ്കിൽ അവിടെ കിടന്നു പൊടിയില്ല. അതുകൊണ്ട് ഇപ്പം മണ്ണ് കുഴച്ചാലും നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ച മാതിരി കിട്ടില്ല. കാരണം ഗോതമ്പ് മാവിൽ പൊടി ഒരേപോലെയാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം ചേർത്താൽ നല്ല കുഴച്ചെടുക്കാം. അതുപോലെ ഒരു മണ്ണ് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കളിമണ്ണാണെങ്കിൽ കുഴച്ചെടുത്താൽ മതി. അപ്പം അതിൻ്റെ അകത്ത് പൊടി അത് ഇതുവരെ ഉണ്ടെങ്കിൽ നിൽക്കില്ല. ഈ ശാസ്ത്രതത്വ പ്രകാരം ആദ്യമുണ്ടായ വസ്തുക്കളെല്ലാം ഒരു വലിയ ഗോളമായി തീരുന്നു. ആ ഗോളത്തിൽ കുറേ ഗോളങ്ങളുണ്ടാകും, മറ്റുണ്ടാകും, ചെറിയ ഗോളം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങ് നിൽക്കുകയാണ്. പക്ഷേ അത് ഒരു പരിധി കഴിയുമ്പം പൊട്ടിക്കളയും. നമ്മളിപ്പോൾ മതിലിൽ മണ്ണിങ്ങനെ ചേർത്ത് വെച്ച് അങ്ങ് ഉയരത്തിലാക്കി കഴിഞ്ഞാൽ
ഒരു പരിധി കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിക്കളയും. കുറേ ഉയരത്തിൽ ഇങ്ങനെ മണ്ണ് കുഴച്ച് വെച്ചിട്ട് മതിലുണ്ടാക്കിയെടുക്കാം. ഒറ്റയടിക്ക് മതിലുണ്ടാക്കാൻ പറ്റില്ല, പൊടിഞ്ഞു കെട്ടി വീഴും. ഇപ്പോൾ കുറച്ച് കെട്ടി ഉണങ്ങി പിന്നെ അതിൻ്റെ വേല അങ്ങനെയല്ലേ കെട്ടാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇതും ശുദ്ധമായതായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂമിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം കൂടിയിട്ട് ഒരു ഗോളം, ഉരുട്ടിയ ഒരു ഗോളം മാതിരി ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആദ്യം അത് മാക്സിമം ഉണ്ടായി, പിന്നെ പൊട്ടുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു, ഒരു പ്ലാൻ അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനെ പൊട്ടിച്ച് 7 ആക്കി മാറ്റി. അതാണ് 7 ലോകങ്ങൾ. ആ ഓരോ ലോകത്തെയും 7 ആക്കി മാറ്റി. അങ്ങനെ 49 മരുത്തുക്കൾ കൂടിയ ഒരു വലിയ സാധനമാണ് പ്രപഞ്ചം. പണ്ട് പറഞ്ഞതാണ് നമ്മളെ പ്രപഞ്ചത്തിൻ്റെ ഘടന ഇങ്ങനെയാണ്. ഇതാണ് 7 ലോകം. ഇത് ബോൾ മാതിരിയുള്ള 7 എണ്ണമാണ്. അതിങ്ങനെ ഗോളം മാതിരി നിൽക്കുകയാണ് 7 എണ്ണം. ഓരോന്നിലും 7 എണ്ണമാക്കിയിട്ടുണ്ട്. അങ്ങനെ 49. ഇതിലൊന്നിലാണ് ഇതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്, ഈ 49. അതിൽ ഇതിലൊന്നിലാണ് നമ്മൾ ഭൂമിയല്ല ഉള്ളത്. ഇതാണ് പ്രപഞ്ചഘടന. മുമ്പ് നമ്മൾ വിസ്തരിച്ച് പറഞ്ഞാണ്ട് ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രപഞ്ചഘടന ഉണ്ടായി. ഇന്ന് 48 എന്നിട്ട് പറയാണ്, അങ്ങ് എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചുവോ, അത് ഇപ്രകാരം ഞാൻ വിസ്തരിച്ചു പറയപ്പെട്ടു എന്ന് പറയുകയാണ്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, ഇനി എന്തിനെ പറ്റിയാണ് അങ്ങേക്ക് അറിയേണ്ടത്, അത് ചോദിച്ചാൽ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. അതോടുകൂടി ഈ അധ്യായവും കഴിയുകയാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയാണ് ഇതിൽ. പ്രപഞ്ചമുണ്ടായ 7 ലോകങ്ങൾ, പ്രപഞ്ചം 7 ലോകങ്ങൾ കൂടിയതാണ്. അതുണ്ടായതാണ് ഇവിടെ വിവരിച്ചത്.